ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നേപ്പാൾ ഇഷ്യൂ ആണ് കവർ ചെയ്യാൻ പോകുന്നത്. നേപ്പാളിൽ നമ്മൾ കാണുന്നത് എന്താണ്? ജെൻസി തെരുവിലിറങ്ങുന്നു, നേപ്പാളിൽ സ്ഥാപിതമായ ഗവൺമെൻറ്റിനെ മറിച്ചിടുന്നു. പക്ഷെ നമ്മൾ ഈ കാണുന്ന ജെൻസി റിബല്യൻ അല്ലെങ്കിൽ റിവോൾട്ടിന് നമ്മൾ കാണാത്ത പല ലെയറുകളുണ്ട്. ആ ലെയറുകളെ നമുക്ക് ഇന്ന് അൺഫോൾഡ് ചെയ്യാം. ഇപ്പം നേപ്പാൾ ഇഷ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പല ഭാഗങ്ങളായിട്ടായിരിക്കും ചർച്ച നടത്തുക. ആദ്യം നേപ്പാളിൽ കറൻ്റ്ലി എന്ത് സംഭവിച്ചു, ഈ കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കും. രണ്ടാമത് ഇതിൻ്റെ പുറകിലുള്ള എക്സ്റ്റേണൽ ലെയേഴ്സ് എന്താണെന്നുള്ളത് നോക്കും. മൂന്നാമത് ഏതെങ്കിലും ബാഹ്യ ശക്തികൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ, ആ കാര്യം നമ്മൾ ചർച്ച ചെയ്യും. ഇന്ത്യയെ നേപ്പാളിലെ ഈ ഭരണമാറ്റം എങ്ങനെ ബാധിക്കും. അഞ്ചാമത് നേപ്പാളിന് രക്ഷപ്പെടാൻ ഇനി എന്തൊക്കെ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഈ നാലഞ്ച് ഫാസറ്റ്സ് ആയിരിക്കും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏതൊരു റിവോൾട്ടിനും അല്ലെങ്കിൽ റിബല്യനും അല്ലെങ്കിൽ ഒരു കലാപത്തിനും ഇമ്മീഡിയറ്റ് ട്രിഗർ എന്തെങ്കിലും ഉണ്ടാകും. നിങ്ങൾ ബംഗ്ലാദേശ് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ട്രിഗർ ആയത് എന്താണ്? അവിടുത്തെ റിസർവേഷൻ പോളിസിയാണ്. ശ്രീലങ്കയിൽ ഇമ്മീഡിയറ്റ് ട്രിഗറായിട്ട് വർക്ക് ചെയ്തത് എന്താണ്? അവിടെ ഗവൺമെൻറ് ഫോഴ്സ്ഫുള്ളായിട്ട് ഓർഗാനിക് ഫാമിംഗ് കൊണ്ടുവരാൻ ശ്രമിച്ചു. അത് ശ്രീലങ്കൻ എക്കണോമിയെ ഒലക്കുകയും ചെയ്തു. ഇനിയും കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്ന 1857 റിവോൾട്ട്, ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ട്രിഗർ എന്തായിരുന്നു? ബ്രിട്ടീഷ് സിപ്പായി ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബ്രിട്ടീഷ് കൊടുത്തിരുന്ന ഗണ്ണിൽ ഉപയോഗിക്കുന്ന കാട്രിഡ്ജ് പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പിൽ നിന്നാണ് ഉണ്ടാക്കിയെന്നുള്ള ഒരു അഭ്യൂഹം. അപ്പോൾ സിമിലർലി നേപ്പാളിൻ്റെ ഇഷ്യൂയിലും ഒരു ഇമ്മീഡിയറ്റ് ട്രിഗർ ഉണ്ട്. ഇതിന് പല കാരണങ്ങളുണ്ടാവാം, പക്ഷേ പെട്ടെന്ന് ഇത് കത്തിപ്പിടിക്കാൻ ഒരു കാരണം സോഷ്യൽ മീഡിയ ബാനാണ്. നേപ്പാൾ സർക്കാർ സോഷ്യൽ മീഡിയകൾക്കെതിരെ ഒരു മൂവ് നടത്തുകയാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സോഷ്യൽ മീഡിയകൾക്കെല്ലാം നേപ്പാൾ ഗവൺമെൻറ് കുറച്ച് സമയം കൊടുത്തിരുന്നു നിയമങ്ങളെ അനുസരിക്കാനും അതിനോടെ കംപ്ലൈ ചെയ്യാൻ. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുത്തിരുന്ന ഗൈഡ് ലൈൻസ് അനുസരിച്ച് അവർ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. അവരൊരു ഗ്രീവിയൻസ് റിഡ്രസൽ ഓഫീസർ, അങ്ങനെ ഒരു ഓഫീസറിനെ നിയമിക്കണം. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നേപ്പാൾ സർക്കാർ മീഡിയകളോട് പറഞ്ഞത്, സോഷ്യൽ മീഡിയാസിനോട് പറഞ്ഞത്. ഏകദേശം 99% ഓഫ് സോഷ്യൽ മീഡിയാസ് അത് വെസ്റ്റേൺ കൺട്രോൾഡ് ആണ്. അവരാരും നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു ആക്ട് അല്ലെങ്കിൽ നിയമത്തെ അനുസരിച്ചില്ല. ആകെ 2 ആപ്പുകളോ മറ്റോ ആണ്, സോഷ്യൽ മീഡിയ ആപ്പുകൾ മാത്രമാണ് കൂടുതൽ ഇത് ഈ സർക്കാരിൻ്റെ ആക്ട് അല്ലെങ്കിൽ നിയമം അനുസരിച്ച്. ഒന്ന് ടിക്ടോക്കും മറ്റേത് വൈബറുമാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ പെട്ടെന്ന് ബാൻ ആയതാണ് ജെൻസികളെ ട്രിഗർ ചെയ്തത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ഇമ്മീഡിയറ്റ് ട്രിഗർ മാത്രമാണ്. ഇതിൻ്റെ പുറകിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്യുന്നു, ജെൻസി തെരുവിലിറങ്ങുന്നു, വളരെയധികം വലിയ കലാപം ഉണ്ടാകുന്നു, പോലീസ് ഫയർ ചെയ്യുന്നു, കുറേയധികം ജെൻസി പ്രൊട്ടസ്റ്റേഴ്സ് ആർ ഗെറ്റിംഗ് കിൽഡ്. ആദ്യം ആ എണ്ണം 19 ആയിരുന്നു, പിന്നെ 20ലേക്ക് ഉയർന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് അനുസരിച്ച് 30 തൊട്ട് 50 പേര് മരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. പല പ്രൊട്ടസ്റ്റേഴ്സും സ്കൂൾ യൂണിഫോമിലാണ് വന്നത്, അവരെയും വെടിവെച്ച് കൊന്നിട്ടുണ്ട്. പാർലമെൻറ്റ് ഇവർ കത്തിച്ചിട്ടുണ്ട്, സുപ്രീം കോടതി കത്തിച്ചിട്ടുണ്ട്, ഒരു എക്സ് പ്രൈം മിനിസ്റ്ററിൻ്റെ വൈഫിനെ തീക്കിരയാക്കി കൊന്നിട്ടുണ്ട്, കറണ്ട് ഫിനാൻസ് മിനിസ്റ്ററിനെ തല്ലി ചതച്ചിട്ടുണ്ട്, ഒരു എക്സ് പ്രൈം മിനിസ്റ്ററിൻ്റെ വൈഫിനെ നല്ല രീതിയിൽ ബീറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കലാപം അല്ലെങ്കിൽ ഈ റിവോൾട്ട് ഇറ്റ് ബിക്കെയിം വെരി വയലൻ്റ് ഇൻ നേച്ചർ. അപ്പോൾ ഇതാണ് ഇപ്പം നടന്നിരിക്കുന്നത്. വളരെ ഫേമസ് ആയ ഹിൽട്ടൺ ഹോട്ടലിന് ഇവർ തീ വെച്ചു. അപ്പം ഒരു ഡെമോക്രസിയിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഇറ്റ് ഈസ് എ സാഡ് സ്റ്റേറ്റ്. നല്ലൊരു കാര്യമല്ല സംഭവിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറത്തൊന്നും നമ്മൾ കാണുമ്പോൾ ഇതൊരു സോഷ്യൽ മീഡിയ ബാൻ മാത്രമാണ്. പക്ഷേ ഇതിൻ്റെ പുറകിൽ ഒത്തിരി ഘടകങ്ങളുണ്ട്. നേപ്പാൾ ഏതു സമയം പൊട്ടിത്തെറിക്കാൻ തയ്യാറായി നിന്ന ഒരു സംസ്ഥാനം അല്ലെങ്കിൽ ഒരു രാജ്യമാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് പൊട്ടിത്തെറിക്കായിരുന്നു. അപ്പം ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം ഞാൻ പറയുകയാണെങ്കിൽ നേപ്പാളിലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ്. 2008 നേപ്പാൾ ഒരു ഡെമോക്രസിയായി മാറുന്നതും അതിനു മുമ്പ് അതൊരു രാജഭരണമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് നേപ്പാൾ ഹാഡ് എ മൊണാർക്കി. ഇപ്പോൾ അവിടെ എന്തായി മാറി? അവിടെ ഡെമോക്രസിയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നേപ്പാളിൽ പലവിധ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടെങ്കിലും ഡോമിനൻ്റ് ആയ പൊളിറ്റിക്കൽ പാർട്ടീസ് 3 ആണ്. ഒന്ന് നേപ്പാൾ
കോൺഗ്രസ്, നേപ്പാളി കോൺഗ്രസിൻ്റെ മേജർ ലീഡർ ഷേർ ബഹാദർ ദ്യൂബയാണ്. പിന്നെ അവിടെ ഒരു CP യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിസ്റ്റ് ഉണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായിരുന്ന KP ഓലിയുടെ പാർട്ടിയാണ്. അതുപോലെ തന്നെ CPN മാവോയിസ്റ്റ് സെൻറ്റർ, ഇതിനെ നയിച്ചിരുന്നത് പുഷ്പകുമാർ ദഹൽ അല്ലെങ്കിൽ പ്രചണ്ഡ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർ 3 പേരുമാണ് മേജർ പാർട്ടി ലീഡേഴ്സ്. ഇത് 3ഉമാണ് മേജർ പാർട്ടികൾ. ഇപ്പം നേപ്പാളിൽ 2008 ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മ്യൂസിക്കൽ ചെയറാണ് നടക്കുന്നത്. അതായത് ഈ പറയുന്ന 3 പാർട്ടികൾ തന്നെ മാറി മാറി ഭരണത്തിൽ വരുന്നു. കുറേ കാലം കഴിഞ്ഞ് നിങ്ങൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ 3 വ്യക്തികൾ, അതായത് ഷേർ ബഹാദൂർ ദ്യൂബ, KP ഓലി, പ്രചണ്ഡ, ഇവർ മാറി മാറി പ്രൈം മിനിസ്റ്റർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചേഞ്ച് വരുന്നില്ല, ഒരു എക്സ്റ്റേണൽ പാർട്ടികളും ഇവിടെ വരുന്നില്ല. ഇതിനെയാണ് നമ്മൾ മ്യൂസിക്കൽ ചെയർ എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ചെയർ നമ്മൾ എന്താ കാണുന്നത്? ഒരു 3-4 പേര് കസേരയ്ക്ക് ചുറ്റും ഓടുന്നു. നേപ്പാളിലും അത് തന്നെ സംഭവിക്കുന്നത്. ഈ 3 പാർട്ടിയും പാർട്ടിയിലെ പ്രധാന ലീഡേഴ്സും കസേരയുടെ പുറയിൽ ഓടുന്നു. അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. പിന്നെ ഇവർക്കെല്ലാം വളരെയധികം റിയലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണുള്ളത്. അതായത് നേപ്പാളി കോൺഗ്രസും CPM മാവോയിസ്റ്റും ചേർന്ന് ചിലപ്പോൾ സർക്കാർ ഉണ്ടാവും. CPN മാവോയിസ്റ്റും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റും അവരൊരുമിച്ച് നിന്നൊരു സർക്കാർ ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഇവർ വേറെ ഒരു കോമ്പിനേഷനിൽ സർക്കാർ ഉണ്ടാക്കും. എന്തായാലും ഇവർ പലപ്പോഴും കൂട്ടുകളിലേക്ക് ഏർപ്പെടും. ഈ 3 പാർട്ടികളും പലപ്പോഴും ചിതറും. അപ്പം നേപ്പാളിൽ വരുന്നത് ഏത് കോയലീഷൻ ഗവൺമെൻറ് ആണെങ്കിലും 2 പാർട്ടികൾ അതിനകത്ത് മിക്കവാറും ഉണ്ടാവും. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താ? ഒരു ഓപ്പോസിഷൻ ഇല്ല. കാരണം പലപ്പോഴും ഇവർ ഒരുമിച്ച് സർക്കാർ ഉണ്ടാക്കുന്നു, തമ്മിൽ തെറ്റുമ്പോൾ അടുത്ത പാർട്ടിയിലേക്ക് ലയിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ ചേർന്ന് സർക്കാർ ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ 3 പാർട്ടികൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ KP ഓലിയും പ്രചണ്ഡയും ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. ദ്യൂബയുടെ പാർട്ടിയും പ്രചണ്ഡയുടെ പാർട്ടിയും ഒരുമിച്ച് ഭരിച്ചിട്ടുണ്ട്. ഒലിയുടെ പാർട്ടിയും നേപ്പാളി കോൺഗ്രസുമായിട്ട് ചേർന്ന് പോയ സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ പൊതുവെ ഇവർക്കാകെ വേണ്ടത് സീറ്റാണ്, പൊളിറ്റിക്കൽ പവറാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സീറ്റിന് വേണ്ടിയുള്ള ഓട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങളെ പലപ്പോഴും ഇവർ മറന്നു പോയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തീവ്രത മനസ്സിലാക്കണമെങ്കിൽ നേപ്പാളിൽ ഡെമോക്രസി വന്നിട്ട് ആകെ കുറച്ച് വർഷങ്ങളേ ആയിട്ടുള്ളൂ, 17 വർഷങ്ങളേ ആയിട്ടുള്ളൂ. പക്ഷേ 17 വർഷങ്ങളിൽ 14 ടൈപ്പ് പ്രധാനമന്ത്രി കസേര മാറി. 17 വർഷത്തിൽ 14 തവണ പ്രധാനമന്ത്രി കസേര മാറി. അപ്പം ഞാൻ പറയുന്നത് 14 പ്രധാനമന്ത്രികൾ ഉണ്ടായെന്നല്ല, 14 തവണ പുതിയ പുതിയ പ്രധാനമന്ത്രികൾ വന്നു. സെയിം ആൾക്കാരായിരിക്കും, പക്ഷെ 14 തവണ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇപ്പം പ്രചണ്ഡ 3 തവണ ചിലപ്പോൾ പ്രധാനമന്ത്രി ആയിട്ടുണ്ടാവും. ഷേർ ബഹാദൂർ ദ്യൂബ ചിലപ്പോൾ 2-3 തവണ പ്രധാനമന്ത്രി ആയിട്ടുണ്ടാവും. KP ഓലി 4-5 തവണ പ്രധാനമന്ത്രി ആയിട്ടുണ്ടാവും. എന്തായാലും 17 വർഷത്തിൽ 14 തവണ പ്രധാനമന്ത്രി പദവി മാറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിഫറെൻറ്റ് പേഴ്സൺസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി. ഓക്കെ, ഇനി 2020 വരെ നേപ്പാളിൻ്റെ ഒരു പെർഫോമൻസ് എടുത്തു കഴിഞ്ഞാൽ 58 വർഷത്തിൽ 49 തവണ പ്രധാനമന്ത്രി മാറി. പുതിയ പുതിയ പ്രധാനമന്ത്രി വരുന്നെന്നല്ല, ഒരാൾ പ്രധാനമന്ത്രിയാവും, അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾ കഴിയുമ്പോൾ തന്നെ അടുത്ത പ്രധാനമന്ത്രി വരും, പിന്നെയും പഴയ ആൾ തന്നെ മാറി പ്രധാനമന്ത്രി ആവാം. അപ്പം അങ്ങനെ സൈക്ലിക്കലായിട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ ഒരു പ്രധാനമന്ത്രിയുടെ ആവറേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1 വർഷവും 80 ദിവസമാണ്. അതായത് ഏകദേശം 1 വർഷവും 2 മാസമാണ് ഒരാൾക്ക് പ്രധാനമന്ത്രി ആവാൻ പറ്റുന്നത്. അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ കസേര തെറിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ ഒരു പ്രോപ്പർ ഒപ്പോസിഷൻ ഇവിടെ വരുന്നില്ല. ഇതെല്ലാം കൂടാതെ ബാഹ്യ ശക്തികളുടെ ഇടപെടൽ ഇവിടെ നടക്കാറുണ്ട്. ഈ പാർട്ടികളെല്ലാം തന്നെ ചൈനയെ പോലുള്ള രാജ്യം, USA പോലുള്ള രാജ്യം, ഇന്ത്യയെ പോലുള്ള രാജ്യം എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഫണ്ടിങ് ലഭിച്ചോ അല്ലെങ്കിലോ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ബേസിൽ ഇവരും ഡിവൈഡഡ് ആയിട്ട് വർക്ക് ചെയ്യും. ചിലപ്പോൾ ഒരു പാർട്ടിയിലുള്ളവർ തന്നെ ചിലർ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യും, ചിലർ ചൈനയെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ കാര്യം ഇവർ വിട്ടുപോവുകയാണ്. ക്ലിയർ? ഇനി വേറൊരു കാര്യം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഇലക്ഷൻ ഫോർമാറ്റ്, അതിനകത്ത് തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റമാണ്. നേപ്പാളിൽ ഇവർ ഒരു യുട്ടോപ്യൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നു. ഇവരുടെ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോസ്റ്റ് ദ പാസ്റ്റ് എന്ന് പറയുന്ന സിസ്റ്റത്തെ കാട്ടി ഇവർ അതിനോടൊപ്പം തന്നെ പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ എന്നുള്ള സിസ്റ്റം കൊണ്ട് ആഡ് ചെയ്തു. പിന്നെ സ്ത്രീകൾക്കൊരു ലിമിറ്റ് നിശ്ചയിച്ചു. അപ്പോൾ ഈ എല്ലാ എലിമെൻസും കാണുമ്പോൾ വളരെ ഡെമോക്രാറ്റിക്കലാണ്. പക്ഷേ ഇങ്ങനെ ഒരു എലക്ഷൻ നടക്കുമ്പോൾ, ഈ പ്രോസസ്സിൽ എലക്ഷൻ നടക്കുമ്പോൾ
ഒരാൾക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടില്ല. എപ്പോഴും കോയലീഷൻ ഗവൺമെൻറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കോയലീഷൻ ഗവൺമെൻറ് ഉണ്ടായിക്കൊണ്ടിരുന്നാൽ അവിടെ ഒരിക്കലും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, തൂക്ക് മന്ത്രിസഭകളായിരിക്കും. അപ്പോൾ ഇവർ പ്രാക്ടിക്കലി എടുത്തിരിക്കുന്ന ഇലക്ഷൻ സിസ്റ്റം ഇറ്റ് ഹാസ് ഫ്ലോസ്. ഇപ്പം നമ്മുടെ ഇലക്ടോറൽ സിസ്റ്റത്തെ പല തെറ്റുകളുണ്ടെന്ന് പറയാറുണ്ട്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റമാണ്. പക്ഷേ നേപ്പാൾ അതിനെ ബെറ്റർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പ്രാക്ടിക്കൽ സെൻസിൽ അവരുടെ ഇലക്ഷൻ സിസ്റ്റംസ് ദേ ആർ ഫോൾട്ടി. അപ്പോൾ ഈ ഇലക്ഷൻ്റെ സിസ്റ്റം ഇങ്ങനെ ആയതുകൊണ്ട് അവിടെ പലപ്പോഴും ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം കിട്ടാറില്ല. അപ്പോൾ ഇതും പ്രശ്നമാണ്. ഇനി അവിടെ റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ഉണ്ട്. നേപ്പാളിൽ പല ടൈപ്പ് ആൾക്കാരുണ്ട്. നേപ്പാളിൽ പഹാഡികളുണ്ട്. അവരാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പ്. ഏകദേശം 31%. ഹിൽ പീപ്പിൾ. ഭരണത്തിൽ നിങ്ങൾ നോക്കിയാൽ കാഠ്മണ്ഡുവിൻ്റെ ചുറ്റും ഇവരാണ് താമസിക്കുന്നത്. ഇനി ജൻജാത്തീസ് ഉണ്ട്, ട്രൈബൽസ്. അവരുണ്ട് 31%. അവർ അണ്ടർ റെപ്രസെൻറ്റഡ് ആണ്. ഇനി ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന തെറായ് റീജിയനിലുള്ള മദേശികളുണ്ട്. ഇവരുണ്ട് 28%. പക്ഷേ ഇവർക്കും പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷനും എക്കണോമിക് റെപ്രസെൻറ്റേഷനും ഒക്കെ നോക്കിയാൽ ഇവർക്ക് കുറവാണ്. അപ്പോൾ ഡോമിനേറ്റ് ചെയ്യുന്നത് ഈ പഹാഡി പീപ്പിളാണ്, ഹിൽ പീപ്പിളാണ് ഡോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രശ്നം. ചില കമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ചില ഭാഗങ്ങളെ മാത്രം അവഗണിക്കുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ക്ലിയർ? പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ കറപ്ഷനുണ്ട്. ഇവിടെ കണ്ടമാനം ചൈനീസ് പ്രോജക്റ്റുകൾ വരുന്നുണ്ട്. ചൈനീസ് പ്രോജക്റ്റിലെല്ലാം ഈ പല നേതാക്കന്മാരും ഫണ്ട് മേടിച്ചിട്ടുണ്ട്, തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ കറപ്ഷൻ്റെ എതിരെയാണ് ഞാനിപ്പോൾ ജെൻസികൾ വെറുതെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയല്ലല്ലോ. ഈ സോഷ്യൽ മീഡിയ ബാൻ ചെയ്തതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. അതായത് നേപ്പാളിൽ ഭരിക്കുന്ന എലൈറ്റ്സ്, മന്ത്രിമാർ, പൊളിറ്റീഷ്യൻസ്, ഇവരുടെ മക്കൾ പുറത്തു പോയി പഠിക്കുന്നു. അവർ പോം സ്പ്ലെൻഡറുള്ള ലൈഫാണ് നയിക്കുന്നത്. ഇവർ പുറം രാജ്യങ്ങളിൽ പഠിക്കുന്നു, അവിടുത്തെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നു, അവിടെ വെക്കേഷൻസിന് പോകുന്നു. ഈ ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്. ഇത് ആൻറ്റി കറപ്ഷൻ ക്യാമ്പയിൻ നടത്തുന്ന പലരും എടുത്ത് റീപോസ്റ്റ് ചെയ്യും. നേപ്പാളിൽ ഇനിക്വാലിറ്റിയും പോവർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും പല പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ നെപ്പോ കിഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പം ബോളിവുഡിലും ഹോളിവുഡിലും ഒക്കെ നമ്മൾ കേൾക്കും, ആക്ടറിൻ്റെ മകൻ ആക്ടർ. അതുപോലെ എലൈറ്റ്സിൻ്റെ മക്കൾ എലൈറ്റ് ആയിട്ട് ജീവിക്കുന്നു, ബാക്കി നേപ്പാൾ പലപ്പോഴും ദാരിദ്ര്യത്തിലാവുന്നു. അപ്പം ഇതിനെതിരെ വലിയ പ്രൊട്ടസ്റ്റ് വന്നു. അപ്പോൾ ഇതുകൂടെ കണ്ടിട്ടാവാൻ നേപ്പാൾ ഗവൺമെൻറ് എന്ത് ചെയ്തത്? സോഷ്യൽ മീഡിയയെ ബാൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റേഴ്സ് ഒരിക്കലും എന്ത് സമ്മതിക്കില്ല? സോഷ്യൽ മീഡിയ ബാൻ ചെയ്യാൻ സമ്മതിക്കില്ല. ഒന്നാമത് അവർക്ക് ഇത് എൻ്റർടൈൻമെൻ്റ് ആണ്. അത് മാത്രമല്ല, അവർക്ക് എന്തെങ്കിലും പ്രതിഷേധം രേഖപ്പെടുത്തണമെങ്കിൽ അത് രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്താണ്? ഈ സോഷ്യൽ മീഡിയ ആണ്. അപ്പോൾ സോഷ്യൽ മീഡിയ അങ്ങ് ബാൻ ചെയ്തത് ഇവർ ഫ്രസ്ട്രേഷൻ പോലും ഇവർക്ക് വെൻറ്റ് ചെയ്യാൻ വേറെ അവസരമില്ല. ഓക്കെ, അപ്പോൾ കറപ്ഷൻ ഈസ് എ മേജർ പ്രോബ്ലം. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ കറപ്ഷൻ റാങ്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. അതിൻ്റെ റാങ്കിൽ നേപ്പാളിൻ്റെ റാങ്ക് 180 രാജ്യങ്ങളിൽ 107 അപ്പോൾ കറപ്ഷൻ വളരെയധികം നേപ്പാളിലുണ്ടെന്നാണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാർക്ക്, ജെൻസികളടക്കുന്ന സമൂഹത്തിന് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ കൂടെ അവർക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ മേജർ ഒരു മാർഗ്ഗം അതായിരുന്നു. അപ്പോൾ അതിന് ബാൻ വന്നപ്പോൾ ഇവരിത് വിചാരിച്ചു, ഓൾറെഡി നിങ്ങൾ കറപ്ഷൻ ചെയ്യുന്നു, നിങ്ങളുടെ മക്കൾ എലൈറ്റായിട്ട് ജീവിക്കുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വരെ നിങ്ങൾ എടുത്തു കളയുക. അപ്പം ഇമീഡിയറ്റ് ട്രിഗർ സോഷ്യൽ മീഡിയ ബാനാണ്. അപ്പോൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ ബാൻ ചെയ്തപ്പോൾ ഇവർ ഇത്രത്തോളം പ്രതികരിച്ചു എന്നുള്ളതോടാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഞാൻ പൊളിറ്റിക്കലി ഉള്ള പ്രശ്നങ്ങൾ പറഞ്ഞു. പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റി അവിടെ ഉണ്ട്, കറപ്ഷൻ അവിടെ ഉണ്ട്. ഇനി എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ നേപ്പാളിൽ ടൂറിസവും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്, ഇൻഡസ്ട്രി. കോവിഡ് ആയപ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും? ഇവരുടെ ടൂറിസം ബാധിച്ചിട്ടുണ്ടാവും. പിന്നെ ഈ നേപ്പാളിൽ വളരെയധികം GDP-യിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റെമിറ്റൻസ് ആണ്. അപ്പോൾ കോവിഡിൻ്റെ സമയത്ത് റെമിറ്റൻസിനെയും ബാധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കോവിഡൊക്കെ കരകയറി ലോകം വരുമ്പോൾ യുക്രൈൻ വാർ വരുന്നു. യുക്രൈൻ വാറൊക്കെ വരുമ്പോൾ ഓയിലിൻ്റെ പ്രൈസിൽ ഫ്ലക്ച്വേഷൻസ് വരികയാണ്. ഇത് നേപ്പാളിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാനുള്ളൊരു കാരണമായിട്ടുണ്ട്. ഇനി റെമിറ്റൻസിനെ പറ്റി നമ്മൾ എടുത്തു പറയണം. നേപ്പാളിൻ്റെ ഏകദേശം 7 തൊട്ട് 8% ആൾക്കാരും ദേ ആർ വർക്കിംഗ് ഔട്ട്സൈഡ് നേപ്പാൾ. അവരെല്ലാം പുറത്തു പോയി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, റെമിറ്റൻസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. ഇനി നേപ്പാൾ GDP-യുടെ 33% ഭാഗമാവുന്നത് ഈ പ്രവാസ ജീവിതം നയിക്കുന്നവരുടെ റെമിറ്റൻസ് ആണ്. അപ്പോൾ റെമിറ്റൻസ് ആണ് നേപ്പാളിൻ്റെ GDP-യുടെ 33%. പാകിസ്ഥാൻ്റെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ GDP-യുടെ 4%, 9.4% ഉള്ളൂ റെമിറ്റൻസ്. ഇന്ത്യയുടെ 3.5% ഉള്ളൂ റെമിറ്റൻസ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക.
ഇനി അൺഎംപ്ലോയ്മെന്റിനെ പറ്റി പറയുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട് നേപ്പാളിൽ. ശരിക്കും അത് 8 തൊട്ട് 11%, 8 തൊട്ട് 10% വരെയാണ് അൺഎംപ്ലോയ്മെന്റ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജെൻസി പോപ്പുലേഷൻ, അതായത് 1996 തൊട്ട് ജനിച്ചവർ, ഇവരുടെ ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ് നോക്കിയാൽ ഇത് 30 കവിയും, 28 തൊട്ട് 32%. അപ്പോൾ ജനറലി നേപ്പാളിൽ ഓവറോൾ അൺഎംപ്ലോയ്മെന്റ് 10% ഉള്ളെങ്കിലും ജെൻസികളുടെ ഇടയ്ക്ക് ഇത് 28 തൊട്ട് 32%. അപ്പോൾ ഇതും വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു നേപ്പാള് റെമിറ്റൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ GDP-യുടെ ഭാഗം എത്ര ശതമാനം റെമിറ്റൻസ് ആവുമെന്ന് നോക്കിയാൽ അങ്ങനെ കണക്കെടുത്താൽ 4ാമത് ഏറ്റവും കൂടുതലുള്ളത് നേപ്പാളാണ്. അതായത് അവരുടെ GDP-യുടെ വലിയ ഭാഗം എന്താ, റെമിറ്റൻസ് മാത്രമാണ്. ഓക്കെ, ഇനി നേപ്പാളിന്റെ എക്കണോമിക് സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം വെറും $1100 തൊട്ട് $1200 വരെയുള്ളൂ. ഓരോ ആൾക്കാർക്ക്, ആ രാജ്യത്തിൽ ഓരോ ആൾ എന്ത് സമ്പാദിക്കുന്നു. ഇപ്പോൾ പെർ ക്യാപിറ്റൽ ഇൻകം വേൾഡ് ആവറേജ് എനിക്ക് തോന്നുന്നു $3800 സംതിങ് ആണ്. അതിൻ്റെ 1/3 പോലും ഇല്ല നേപ്പാളിൽ ഒരാൾ സമ്പാദിക്കുന്ന പെർ ക്യാപിറ്റൽ ഇൻകം. ഓക്കെ, ഇനി ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേപ്പാളിൽ ഇത്രത്തോളം ആൾക്കാർ പുറത്തു പോയി സമ്പാദിക്കുന്നു. ഓക്കെ, അവരുടെ GDP-യുടെ 33% റെമിറ്റൻസ് ആണ്. അവരുടെ 8% അവരുടെ പോപ്പുലേഷൻ പുറത്താണ്. അപ്പോൾ അവർക്ക് എന്തായാലും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കളോട് സംസാരിക്കണം, കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലൂടെയാണ്, ഫേസ്ബുക്കിലൂടെയാണ്, വാട്സപ്പിലൂടെയാണ്, ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്. അപ്പോൾ പെട്ടെന്ന് അത് ബാൻ ചെയ്താൽ ഈ പുറത്ത് പോകുന്നവരും നാട്ടിലുള്ളവരും തമ്മിലുള്ള കണക്ട് കട്ടാവും. അപ്പോൾ ഇതും വലിയൊരു കാരണമാണ് പ്രൊട്ടസ്റ്റ് വരാൻ. 2, നേപ്പാൾ വലുതായിട്ട് ആശ്രയിക്കുന്ന ഒരു സംഭവമാണ് ടൂറിസം. ടൂറിസത്തിൻ്റെ പ്രൊമോഷനും എന്തിലൂടെ നടക്കൂ? സോഷ്യൽ മീഡിയയിലൂടെ നടക്കുന്നത്. അപ്പോൾ അത് ബാൻ ചെയ്താൽ അവർ ലൈവ്ലിഹുഡിന് എഫക്റ്റ് ചെയ്യില്ലേ? അതുപോലെ ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഒത്തിരി പേര് കാണാം, ഇൻഫ്ലുവൻസേഴ്സ് കാണാം, പലരും കാണാം. അവരുടെയും ഈ പറയുന്ന സോഷ്യൽ മീഡിയ ബാൻ എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു മേജറായിട്ട് നേപ്പാളിൽ പ്രശ്നം ഉണ്ടാകാനുള്ള പൊളിറ്റിക്കൽ കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. അതുപോലെ എക്കണോമിക്കലി ഞാൻ പറഞ്ഞു അവരുടെ എക്കണോമി ഇൻഫ്ലേഷൻ നേരിടുകയാണ്, വലിയ രീതിയിൽ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ആരുടെ ഭാഗത്താണ്? ജെൻസിക്ക് വളരെ വലിയ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ജെൻസി ഫേസ് ചെയ്യുന്നത്. പിന്നെ പുറത്ത് വർക്ക് ചെയ്യുന്നവരായതുകൊണ്ട് സോഷ്യൽ മീഡിയ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം കുടുംബമായിട്ട് എങ്ങനെ അവർ സംസാരിക്കും, എങ്ങനെ ആ കണക്ട് കീപ്പ് ചെയ്യും? പിന്നെ ഓവറോൾ നേപ്പാളിൻ്റെ ബിസിനസ് വളരുമ്പോഴും പലപ്പോഴും അതിനകത്ത് സോഷ്യൽ മീഡിയ ആവശ്യമാണ്. അപ്പം ഇതെല്ലാം കൂടെയാണ് ഈ ഒരു പ്രശ്നത്തെ ട്രിഗർ ചെയ്തത്. അപ്പം ഞാൻ നേപ്പാളിൽ പ്രശ്നം ഉണ്ടാവാൻ ഉള്ള പൊളിറ്റിക്കൽ റീസൺസ് ആൻഡ് ഓൾസോ എക്കണോമിക് റീസൺസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത് കവർ ചെയ്യാൻ പോകുന്ന ഭാഗം, നേപ്പാൾ ഇഷ്യൂവിൽ ഏതെങ്കിലും ബാഹ്യ ശക്തികൾക്ക് റോളുണ്ടോ? അപ്പം നമ്മൾ ഇതും പഠിക്കും. അപ്പം നമ്മൾ നോക്കുമ്പോൾ 3-4 രാജ്യങ്ങളുടെ ഒരു ഇടപെടലിനെ പറ്റിയായിരിക്കും നമ്മൾ പഠിക്കുന്നത്. 1 നമ്മുടെ ഇന്ത്യ, 2 USA, 3 ചൈന, പിന്നെ പാകിസ്ഥാനെ പറ്റി നമുക്ക് കുറച്ചറിയാം. ആദ്യം ഇന്ത്യ നേപ്പാൾ ബന്ധം നമുക്ക് മനസ്സിലാക്കണം. ഇന്ത്യ നേപ്പാളും തമ്മിൽ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ബന്ധമുണ്ട്. വി ആർ ഹിസ്റ്റോറിക്കലി ലിങ്ക്ഡ്, വി ആർ സിവിലൈസേഷനലി കണക്റ്റഡ്. പക്ഷേ മോഡേൺ സെൻസിൽ നമ്മൾ തമ്മിൽ ബന്ധം സ്ട്രോങ് ആവുന്നത് 1950-ലെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി വഴിയാണ്. ആ കാലത്ത് ചൈന ഫോം ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റ് ചൈനയാണ്. ചൈനയ്ക്ക് ഈ എക്സ്പാൻഷനിസ്റ്റ് പോളിസികളുണ്ട്. മാവോയുടെ ഒരു പോളിസി ഉണ്ട്, 5 ഫിംഗർ പോളിസി. ടിബറ്റ് അവർ കയ്യേറി. ടിബറ്റിൻ്റെ 5 വിരലുകളുണ്ട്. ആ ഭാഗങ്ങളായിട്ട് അവർ കാണുന്നതാണ് ഭൂട്ടാനും നേപ്പാളും എല്ലാം. അപ്പം നേപ്പാളും ടിബറ്റ് ഒരു കൈയാണെങ്കിൽ അത് ഒരു വിരലാണ് നേപ്പാൾ എന്നാണ് മാവോ പറഞ്ഞത്. അപ്പം ചൈനീസ് ത്രെട്ടും ഉണ്ട്. അതുകൊണ്ട് തുടക്കകാലത്തിൽ നമ്മൾ നമ്മുടെ നെയ്ബറിങ് കൺട്രീസായ നേപ്പാളുമായിട്ട് 1950-ൽ, അതിനു മുമ്പ് 1949-ൽ ഭൂട്ടാനുമായിട്ടൊക്കെ ട്രീറ്റികൾ സൈൻ ചെയ്തിട്ടുണ്ട്. ഈ ട്രീറ്റി അനുസരിച്ച് നേപ്പാളിനെ എല്ലാ തരത്തിലും നമ്മൾ സഹായിക്കും. നേപ്പാളിനെ ഡിഫെൻഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം കുറേയൊക്കെ നമുക്ക് വന്നു. നിങ്ങൾക്ക് അറിയാവുമെന്ന് അറിയത്തില്ല, ഒരു കാലത്ത് 1950 ഇനീഷ്യൽ പീരീഡിൽ ഇന്ത്യൻ ആർമി നേപ്പാളിലുണ്ടായിരുന്നു. പക്ഷേ ഇത് നേപ്പാളിലെ ആൾക്കാർ എപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം നിങ്ങളുടെ രാജ്യത്ത് വേറൊരു രാജ്യത്തിൻ്റെ ആർമി വന്ന് കിടന്നാൽ നിങ്ങൾക്ക് പലപ്പോഴും അത് ബുദ്ധിമുട്ടുണ്ടാകും. ഇന്ത്യ നിങ്ങളോടൊരു ബിഗ് ബ്രദർലി ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാം. കാരണം ഞങ്ങളുടെ ഡിപ്ലോമാറ്റിക് ആയ കാര്യങ്ങളിലും മിലിറ്ററി കാര്യങ്ങളിലും ഇന്ത്യ ഓവറായിട്ട് ഇടപെടുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇവർക്ക് വരാം. ആ ഫീലിംഗ് നേപ്പാളിൽ ഉണ്ടായിട്ടുമുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു ബന്ധം തുടങ്ങുന്നത് 1950-ലെ ഫ്രണ്ട്ഷിപ്പ് ട്രീറ്റി. നമ്മൾ അവർക്ക് ആംസ് കൊടുക്കും, അമ്യൂണിഷൻ കൊടുക്കും, ഡിപ്ലോമസിയിലും അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാറുണ്ട്. ഓക്കെ, പിന്നീട് ഈ ട്രീറ്റി മോഡിഫൈ ചെയ്തു. കാരണം ഒരു രാജ്യത്തിനും വേറൊരു രാജ്യം ഓവറായിട്ട് സ്വന്തം ഡൊമസ്റ്റിക് കാര്യത്തിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല.
ഓക്കെ, ഇതാണ് ബിഗ് ബ്രദർ ഇഷ്യൂ എന്ന് പറയുന്നത്. പല എക്സ്പേർട്സും പറയുന്നതാണ് ഇന്ത്യ ഒരു ബിഗ് ബ്രദറിനെ പോലെ പലപ്പോഴും പെരുമാറും. ചേട്ടൻ ചെയ്തോളാം, നിങ്ങൾ കേട്ടാൽ മതി. ഈ ആറ്റിറ്റ്യൂഡ് പലപ്പോഴും നേപ്പാൾ പോലുള്ള രാജ്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇന്ത്യ ഒരു സൗത്ത് ഏഷ്യയിലെ ഹെജിമൺ ആണെന്ന് ഉള്ളൊരു ഫീലിംഗ് ജനങ്ങളുടെ ഇടയ്ക്ക് വരാറുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 50 തൊട്ട് നമ്മളും നേപ്പാളുമായിട്ടുള്ള ബന്ധം വലിയ മോശമില്ലാത്ത രീതിയിൽ പോകുന്നു. ആദ്യം ഇവിടെ റാണകളായിരുന്നു, പിന്നെ ഷാസായി. ഷാസ് ഭരണത്തിൽ വരുമ്പോഴും അതിൻ്റെ ഒരു അടിത്തറ ഡൽഹിയിൽ നടന്നൊരു കോംപ്രമൈസാണ് 1950കളുടെ തുടക്കത്തിൽ തന്നെ. അപ്പം ഈ രാജകുടുംബവും ഇന്ത്യൻ ഗവൺമെൻറ്റുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇതിങ്ങനെ നല്ല ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നു. 1974 സിക്കിം ഇന്ത്യയിലേക്ക് ലയിക്കുന്നു. സിക്കിം ബിക്കംസ് ദ പാർട്ട് ഓഫ് ഇന്ത്യ. സിക്കിം ഭരിച്ചുകൊണ്ടിരുന്ന വ്യക്തി ചോഗ്യാൽ എന്ന് പറഞ്ഞ ഡൈനാസ്റ്റി വരുന്നത്. ചോഗ്യാലാണ് സിക്കിം ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യം സിക്കിമിനെ നമ്മളൊരു പ്രൊട്ടക്ടറേറ്റ് സ്റ്റേറ്റ് ആകുന്നു, അസോസിയേറ്റ് സ്റ്റേറ്റ് പോലൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു. അത് കഴിഞ്ഞ് പയ്യെ പയ്യെ അതിനെ നമ്മൾ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആക്കുകയാണ്. ഒരു റഫറൻഡത്തിലൂടെയാണ് ഇന്ത്യയിലേക്ക് സിക്കിം വന്നത്. എന്നാൽ പോലും ഇത് നേപ്പാളിൽ വളരെയധികം ഭയം ഉണ്ടാക്കി. കാരണം ഫ്യൂച്ചറിൽ ഇന്ത്യ നേപ്പാളിനെയും അതിൻ്റെ സ്റ്റേറ്റ് ആക്കുമെന്നുള്ളത് നേപ്പാളിനൊരു സംശയമാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ മതി, നേപ്പാളീസ് പറയും നമ്മൾ സഹോദരങ്ങളെ പോലാണ്, നമുക്ക് രണ്ടുപേർക്കും ഹിന്ദു വിശ്വാസങ്ങളുണ്ടാവും, ബുദ്ധിസ്റ്റ് വിശ്വാസങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ നേപ്പാളിയാണ്, ഐ ആം ഡിഫറെൻറ്റ്. അത് എപ്പോഴും അവർ സ്ട്രെസ് ചെയ്യാൻ നോക്കുന്നതാണ്. ഇന്ത്യയിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ പലരും സോഷ്യൽ മീഡിയ ട്വീറ്റ് ചെയ്യും, നേപ്പാൾ നമ്മൾ ഒരുപോലെ, നേപ്പാൾ ഇന്ത്യയിൽ ജോയിൻ ചെയ്താലായിരിക്കും അവർക്ക് നല്ലത്, നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല. ഇതൊക്കെ നമുക്ക് പറയുമ്പോൾ നല്ല സുഖം തോന്നും. പക്ഷെ കേൾക്കുന്ന നേപ്പാളീസിന് അവരുടെ ഐഡൻറ്റിറ്റി ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഫോറിൻ റിലേഷൻസ് എക്സ്പേർട്സ് പലരും പറയുന്നത് ഇങ്ങനൊരു ഫീലിംഗ് ഒരിക്കലും ഇന്ത്യ ക്രിയേറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനങ്ങൾ ക്രിയേറ്റ് ചെയ്തത് നമുക്ക് ദോഷമേ ചെയ്യുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പം 70കളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിക്കിം ഇന്ത്യയെ ചേർന്ന് കഴിയുമ്പോൾ നേപ്പാൾ കുറച്ചൊക്കെ ഇന്ത്യയെ പേടിച്ചു തുടങ്ങും. കാരണം ഇന്ത്യ നേപ്പാളിനെയും വരുതിയിലാക്കുമെന്നൊരു പേടി നേപ്പാളിന് വരും. നേപ്പാൾ ചൈനയുമായിട്ട് കുറേ അധികം അടുക്കുന്ന ഒരു സമയമാണ്. നേപ്പാൾ ഇസ് ഗെറ്റിംഗ് ക്ലോസർ ടു ചൈന. നേപ്പാളിൻ്റെ രാജാവ് എനിക്ക് തോന്നുന്നു യുണൈറ്റഡ് നേഷൻസിൻ്റെ അസംബ്ലി പോയി പറയുന്നുണ്ട്, നേപ്പാൾ ഒരു സോൺ ഓഫ് പീസ് ആയിരിക്കും, അവിടെ ഒരു ബാഹ്യശക്തിയും വലുതായിട്ട് ഇടപെടണ്ട. അപ്പം നേപ്പാൾ ഇസ് ഡ്രിഫ്റ്റിംഗ് ലിറ്റിൽ ബിറ്റ് ടുവേർഡ്സ് ചൈന. ഓക്കെ, അപ്പോൾ ഇത് നടക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഹിസ്റ്റോറിക്കലി 100% ഫാക്ട് ചെക്ക്ഡ് ആണെന്ന് ഞാൻ പറയാൻ പറ്റില്ല. പക്ഷെ പലരും പറയുന്നത് ഇന്ത്യയുടെ ഈ സമയത്ത് നേപ്പാൾ ഗവൺമെൻറ് അല്ലെങ്കിൽ രാജാവിൻ്റെ എതിരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാരണം നേപ്പാളിൽ ഒരു കൂട്ടം മദേശികളുണ്ട്. മദേശികൾ ഇന്ത്യയുമായിട്ട് കണക്റ്റഡ് ആണ്. മദേശികളെ ഉപയോഗിച്ച് 1980കളിൽ ഓപ്പറേഷൻസ് നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു, നേപ്പാളിനെ ചോക്ക് ചെയ്തു. അതുപോലെ തന്നെ രാജാവിനെ പ്രഷറൈസ് ചെയ്യാനുള്ളൊരു ശ്രമം ഇന്ത്യ നടത്തിയെന്ന് പറയപ്പെടുന്നു. എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. 90കളിൽ നേപ്പാളിൽ ആര് വരികയാണ്? മാവോയിസ്റ്റുകൾ ശക്തിപ്പെടുകയാണ്. ഇന്ന് കാണുന്ന പ്രചണ്ഡ, പുഷ്പകുമാർ ദഹലൊക്കെ ഒരു മാവോയിസ്റ്റാണ്. ഈസ് ഫൈറ്റിംഗ് അഗെയിൻസ്റ്റ് കിങ്സ് റൂൾ. രാജാവിൻ്റെ ഭരണത്തിനെതിരെ അവർ ഫൈറ്റ് ചെയ്യാണ്. ഈ മാവോയിസ്റ്റ് ആകുമ്പോൾ ഓബിയസ്ലി ആ പാർട്ടിക്ക് ആരുമായിട്ട് കണക്ട് കാണും? ചൈനയുമായിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇന്ത്യക്ക് ചിലപ്പോൾ ഇതൊരു ഭയക്കേണ്ട കാര്യമായിട്ട് തോന്നി. കാരണം ഇന്ത്യക്ക് അകത്തും നക്സലിസം ഉണ്ട്. നേപ്പാളിൽ ഓൾറെഡി കമ്മ്യൂണിസ്റ്റുകളും മാവോയിസ്റ്റുകളും പിടിമുറക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തില്ല? പിന്മാറിയില്ല. ഇന്ത്യയുടെ ഓപ്പറേഷൻസ് നടത്തി മാവോയിസത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മാവോയിസ്റ്റ് പാർട്ടിയിലുള്ളവരുമായിട്ട് ഇന്ത്യയും കണക്ഷൻ ഉണ്ടാക്കി. ചിലർ പറയുന്നത് നേപ്പാൾ മാവോയിസ്റ്റ് സെൻറ്ററിൻ്റെ ഇപ്പോഴത്തെ ഹെഡ് പുഷ്പകുമാർ ദഹൽ അല്ലെങ്കിൽ പ്രചണ്ഡ റോയുടെ അസന്റ് ആയിരുന്നു, റോയിലായിട്ട് തന്നെ കമ്പനി ഉള്ള ഒരാളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ തിയറീസ് ആണ്, 100% എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. എന്നാലും പറയപ്പെടുന്നത് അങ്ങനെ. മാവോയിസ്റ്റുകൾ ഭരണം പിടിച്ചു, അവർ പലരും ഭരണം പിടിക്കാൻ ശ്രമിക്കുന്നു. ആ സിവിൽ വാറിൽ അല്ലെങ്കിൽ സിവിൽ ഇഷ്യൂസിനകത്ത് ചൈനയാണ് ഇവരുമായിട്ട് അടുത്ത് വന്നത്. പക്ഷേ ഇന്ത്യ പ്രതീക്ഷ വിട്ടില്ല. ഇന്ത്യയും മാവോയിസ്റ്റ് സെൻറ്ററിൽ പെടുന്ന പലരുമായിട്ട് കണക്ഷൻസ് വെച്ചു. ഇനിയും ഇന്ത്യക്ക് നേപ്പാൾ ഒരു ഡെമോക്രസി ആവുന്നതാണ് താല്പര്യം. ആ ഒരു സമയത്ത് ഡെമോക്രസിയാണ് വെൽക്കം, നമ്മളുമായിട്ട് ബന്ധമുള്ള നല്ലൊരു ഡെമോക്രസി. അപ്പോൾ 90കളിലും 96ലും എല്ലാം ഇവിടെ പ്രശ്നം നടക്കുകയാണ്. നേപ്പാളിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2006 ആകുമ്പോഴത്തേക്ക് പ്രശ്നം വളരെ രൂക്ഷമാവും. 2008 അവിടെ ഡെമോക്രസി വരും. അപ്പം മാവോയിസ്റ്റുകളുമായിട്ട് നമ്മൾ ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, 96 ചെറിയൊരു സിവിൽ വാർ പോലുള്ള സിറ്റുവേഷൻ അവിടെ ഫോം ചെയ്തു വരികയാണ്. 2006 ഇത് മൂർച്ഛിച്ചു. 2008 ഭരണം പൂർണ്ണമായിട്ട് ഡെമോക്രസിയായി മാറി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യക്ക് നേപ്പാൾ ഒരു ഡെമോക്രസി ആവണം, നമ്മളുമായിട്ട് സഹോദര്യമുള്ള ഒരു രാജ്യമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു നേപ്പാൾ
ഒരു ഡെമോക്രസി ആവുന്നതിൻ്റെ മുമ്പുള്ള ഏറ്റവും വലിയ തടസ്സം അവിടുത്തെ രാജാവിൻ്റെ കുടുംബവും അല്ലെങ്കിൽ മൊണാർക്കിയൽ സിസ്റ്റം തന്നെ. അപ്പം ചിലർ പറയുന്നത് ഈ സിവിൽ വാർ ഒക്കെ നടന്നതിന് ശേഷം, അവിടെ ഈ സിവിലിയൻ ഇഷ്യൂസ് എല്ലാം നടന്നതിന് ശേഷം പുതിയൊരു ഗവൺമെൻറ് വരും. പക്ഷേ ഗവൺമെൻറ് വരുന്നതിനെ തടയാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഏതാ? രാജാവിൻ്റെ ലോയലിസ്റ്റുമാണ്. അപ്പം 2001 നേപ്പാൾ പാലസിൽ ഒരു വലിയ മസാക്കർ നടക്കുകയാണ്. രാജകുടുംബത്തിൽ പലരെയും ഒരു യുവരാജാവ് തന്നെ അല്ലെങ്കിൽ പ്രിൻസ് തന്നെ വെടിവെച്ച് കൊല്ലുന്നു. ഓക്കെ, ദീപേന്ദ്ര കുമാർ എന്ന് പറയുന്ന നേപ്പാളി പ്രിൻസ് അദ്ദേഹത്തിൻ്റെ അച്ഛനെയും അമ്മയും ഫാമിലിയിലുള്ള പലരെയൊക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. ഓക്കെ, കിങ് ബിരേന്ദ്രയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഐശ്വര്യ എല്ലാം കൊല്ലപ്പെടുകയാണ്. അവസാനം ഈ വെടിവെപ്പ് നടത്തുന്ന പ്രിൻസായ ദീപേന്ദ്രകുമാറും സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അപ്പം രാജകുടുംബത്തിലെ കുറേ പേര് മരിച്ചു. ചിലർ പറയുന്ന റോയ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ ഇത് ഞാൻ 100% വ്യക്തതയോടെ എനിക്ക് പറയാൻ കഴിയില്ല. ഇതൊരു സ്റ്റോറിയാണ്. ചിലർ പറയും ദീപേന്ദ്രയ്ക്ക് ഒരു പെൺകുട്ടിയായിട്ട് സ്നേഹമായിരുന്നു, ഒരു ഇന്ത്യൻ പ്രിൻസസുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അത് നേപ്പാളി രാജകുടുംബം സമ്മതിക്കാതിരുന്നത് കൊണ്ടാണ് അദ്ദേഹം വെടിവെപ്പ് നടത്തിയെന്ന്. അപ്പം നമുക്കിതിനെപ്പറ്റി 100% ഷ്യൂരിറ്റിയോടെ പറയാൻ പറ്റില്ല. ഇത് ഒരു കന്നഡ സിനിമയുണ്ട്, 2001 എങ്ങാണ്ട് ഇറങ്ങി. ഉപേന്ദ്ര എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച സിനിമയാണ്. പടത്തിൻ്റെ പേര് ഞാൻ മറന്നു പോകുന്നു, പക്ഷേ അത് ഇതിൻ്റെ തീമാണ്. അപ്പം ചിലർ പറയുന്നത് രാജാവിൻ്റെ ഒരു പ്രസൻസിനെ മാറ്റാൻ അല്ലെങ്കിൽ ഡെമോക്രസി കൊണ്ടുവരാൻ ഇന്ത്യയും കൂടെ കളിച്ചതാണെന്ന് ചിലർ പറയും. ഇനി നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ പാകിസ്ഥാൻ ISIക്ക് ഇതിനകത്ത് റോൾ ഉണ്ടെന്ന് പറയും. അപ്പം നമുക്ക് 100% കൺക്ലൂസീവായിട്ടൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഇങ്ങനെയുള്ള അലിഗേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി 2008 തൊട്ട് അവിടെ പുതിയ ഗവൺമെൻറ്റുകൾ വരുന്നു. 2015 അവർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർ പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരിക. നേപ്പാളിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവിടെ അനവധി കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേപ്പാൾ 1950 തൊട്ട് ഇവിടം വരെ നമ്മൾ നോക്കിയാൽ 7 or 8 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. 2008 അവർ ഡെമോക്രസി ആയതിനു ശേഷം വരെ 2 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു 2008 ശേഷം 2 കോൺസ്റ്റിറ്റ്യൂഷൻ, മൊത്തത്തിൽ നിങ്ങൾ 1948 നോക്കിക്കഴിഞ്ഞാൽ അവിടെ 7 കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഒറ്റ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ മാറുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരണഘടന മാറുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് തന്നെ ഇൻസ്റ്റെബിലിറ്റിയുടെ ഒരു വലിയ സൈനാണ്. ഓക്കെ, അപ്പോൾ 2015 പുതിയൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നു. പക്ഷേ അതിനകത്ത് മദേശികൾക്ക് ആവശ്യത്തിനുള്ള റൈറ്റ്സ് കൊടുക്കുന്നില്ല. ഇന്ത്യയുമായിട്ടുള്ള കണക്ഷനുള്ള ഗ്രൂപ്പ് ഏതാ? മദേശികളാണ്. മദേശികളും ഇന്ത്യയുമായിട്ടുള്ള കണക്ഷനെ പറ്റി പറയുന്നത് റോട്ടി ബേട്ടി കാ സമ്പത്ത് എന്നാണ്. കാരണം അവിടെ ഉള്ള ആൾക്കാർ ഇന്ത്യയിലുള്ളവരും നേപ്പാളിലുള്ളവരും തമ്മിൽ കല്യാണം കഴിക്കാറ് വരെ ഉണ്ട്. അപ്പോൾ ഈ മദേശികൾ ഇന്ത്യയായിട്ട് വളരെ കണക്റ്റഡാണ്, തെറായി ഏരിയയിൽ താമസിക്കുന്നവർ. അപ്പോൾ ഇവരുടെ അധികാരത്തിന് വേണ്ടി ഇന്ത്യ കുറേയധികം വോക്കലായി. ചിലർ പറയുന്നത് ഇതൊരു തെറ്റായി പോയെന്നാണ്. കാരണം അന്യരാജ്യമാണ് നേപ്പാൾ, അവിടെ ഭരണഘടനയിൽ എന്തൊക്കെ നടക്കണമെന്ന് അവരാ തീരുമാനിക്കുന്നത്. പക്ഷേ ഇന്ത്യ ഇടപെട്ടു. ഇനി ഒരു 99% എക്സ്പേർട്സും പറയുന്നത് ഇന്ത്യ ഒരു അൺഅഫീഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കേഡ് നടത്തിയെന്നാണ്. കാരണം മദേശികളാണ് ഇന്ത്യയിൽ നിന്ന് ഗുഡ് ഫ്ലോ നേപ്പാളിലേക്ക് പോകുന്നത് അവർക്ക് വേണമെങ്കിൽ തടയാൻ പറ്റും. അപ്പം മദേശികൾ എന്ത് ചെയ്തു? ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടാക്കി. ആ റോഡ് ബ്ലോക്ക് കാരണം നേപ്പാളിലേക്കുള്ള ഗുഡ്സിൻ്റെ ഫ്ലോ തടയപ്പെട്ടു. അവിടെ ഇൻഫ്ലേഷൻ വന്നു, പെട്രോളിൻ്റെ വില കൂടി, ഭയങ്കര പ്രശ്നമായി. അപ്പം ചിലർ പറയുന്നത് ഇന്ത്യയുടെ ഗവൺമെൻറ് തന്നെ മദേശികളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ഇത് നേപ്പാളിലെ ആൾക്കാർക്ക് ഇന്ത്യയുടെ എതിരെയുള്ള ഫീലിംഗ് വളരെയധികം സഹായമായി. നിങ്ങൾ മനസ്സിലായത് നേപ്പാളിനകത്ത് ഇന്ത്യക്കെതിരെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊരു വലിയ സത്യം. എല്ലാ നേപ്പാളികളും അല്ല, പക്ഷെ ഒത്തിരി പേർക്ക് ഇന്ത്യ ഈ ബിഗ് ബ്രദറിനെ പോലെ ആള് കളിക്കുന്നു. 2015 ഈ ബ്ലോക്കേഡ് ഉണ്ടാക്കിയത് ഇന്ത്യ ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൻറ്റി ഇന്ത്യ സെന്റിമെന്റ്സ് ഉണ്ട്. അവിടെ ഒരു നേപ്പാളീസ് എർത്ത് വന്നു ഈ സമയത്ത് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഇന്ത്യ. എന്നാൽ പോലും ആൻറ്റി ഇന്ത്യ സെന്റിമെന്റ്സ് അവിടെ ഉണ്ട്. കാരണം നമ്മുടെ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെല്ലാത്തിലും കയറി ഇടപെടുന്നു, നമ്മുടെ ലീഡേഴ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഇറക്കുന്നു. അപ്പം എന്നും നേപ്പാളിൽ ഒരു ഇന്ത്യ സെന്റിമെന്റ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പലപ്പോഴും എലക്ഷൻ ജയിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാർ ഈ കമ്മ്യൂണിറ്റിയെ അവരുടെ കൂടെ ചേർക്കാറുമുണ്ട്. അപ്പം ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇത്ര വോട്ട് കിട്ടുമെന്ന് അവർക്കറിയാം. ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ഇപ്പം റിസൈൻ ചെയ്ത പ്രൈം മിനിസ്റ്റർ KP ഓലി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. പക്ഷേ ഇദ്ദേഹം യുണൈറ്റഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്. ഇദ്ദേഹം ചൈനയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. ആൻറ്റി ഇന്ത്യ സെന്റിമെന്റ്സ് വെച്ച് പൊളിറ്റിക്സ് കളിക്കുന്ന ഒരാളായിരുന്നു. ഇനി നിങ്ങൾ നോക്കിയാൽ ഈ ഒരു സമയം 2015 ശേഷം നമ്മൾ നോക്കിയാൽ ഇതുവരെ ഇന്ത്യയും ചൈനയും തമ്മിലൊരു ടസിൽ നടക്കുന്നുണ്ട്. ആരവിടെ ഡോമിനേറ്റ് ചെയ്യും? ഇന്ത്യ പറയുന്നത് ഞങ്ങളുടെ തന്നെ കളവാണ് ഇതെന്നാ. പക്ഷെ ചൈന ഇവിടേക്ക് കയറുന്നു, കാരണം ചൈനയുടെ ഈ പൈസയുണ്ട്.
പിന്നെ ഒലിയുടെ പാർട്ടി കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ചൈനയാണ്. നിങ്ങൾ നോക്കിയാൽ മതി, ഇന്ത്യ പലപ്പോഴും നേപ്പാളിൽ പല പ്രോജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പൈപ്പ് ലൈൻ കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേപ്പാളിന് പല ഫെസിലിറ്റീസും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ പ്രൊട്ടസ്റ്റ് നടക്കും. എൻവയോൺമെൻറ്റ് പ്രൊട്ടസ്റ്റ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. എന്നിട്ട് ആ പ്രോജക്റ്റ് മുമ്പോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അവിടുത്തെ ഗവൺമെൻറ്റും പറയും ഇവിടെ പ്രൊട്ടസ്റ്റാണ് ചെയ്യരുത്. പക്ഷേ ചൈന നടത്തുന്ന പ്രോജക്റ്റ്, ഹൈഡ്രോ പവർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിനെതിരെ ഇങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിൻ്റെ പുറകിൽ ചൈനയാണ്. ഇന്ത്യൻ പ്രോജക്റ്റുകൾ മുടക്കുന്ന ചൈനയാണെന്ന് നമുക്ക് പറയാം. പല ഗവൺമെൻറ്റുകളും ചൈനയുടെ പൈസ മേടിച്ച് ചൈനയുടെ സൈഡ് ആവുന്നുണ്ട്. ഈ പറയപ്പെടുന്നത് ഈ ഗവൺമെൻറ്റിലുള്ളവരെല്ലാം പല പല രാജ്യത്തു നിന്നും പൈസ മേടിക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അജണ്ട അനുസരിച്ച് ഇവരുടെ പൊളിറ്റിക്സ് മാറ്റുകയും മറിക്കുകയും ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഇതിൻ്റെ ഇടയ്ക്ക് കുടുങ്ങി പോകുന്നത് ജനങ്ങളാണ്. ഓക്കെ, ഇനി പുതിയൊരു ആംഗിൾ ഇവിടെ വികസിച്ച് വരുന്നുണ്ട്. നമ്മൾ രാജകുടുംബവുമായിട്ട് പ്രശ്നം പണ്ട് കാലത്ത് ചെറുതായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ആദ്യകാലത്ത് നമ്മുടെ ബന്ധം നല്ലതായിരുന്നു, പിന്നീട് ഇടയ്ക്ക് വഷളായി. പക്ഷെ ഇപ്പം പറയപ്പെടുന്നത് ഇന്ത്യ പിന്നെയും, ഇതൊരു തിയറി മാത്രമാണ്, ഇന്ത്യ പിന്നെയും നേപ്പാളിലെ രാജാവിനെയും രാജകുടുംബത്തെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങിയെന്ന്. കാരണം എക്സാമ്പിൾ പറയുന്നത് RSSന്റെ ഹെഡായ മോഹൻ ഭഗത്തും ഇപ്പോഴത്തെ അവിടുത്തെ രാജാവായ ജ്ഞാനേന്ദ്ര ഷായും ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അയോധ്യയുടെ ഉദ്ഘാടനത്തിലും നേപ്പാളിൻ്റെ രാജാവ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് മാത്രമല്ല, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2023 ഈ രാജാവിൻ്റെ ഭരണം അനുകൂലിച്ചുള്ള ആൾക്കാർ അവിടെ ഒരു വലിയ പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. 2023 ഒരു പ്രജാതന്ത്ര പാർട്ടിയുണ്ട്. ആ പ്രജാതന്ത്ര പാർട്ടിയൊക്കെ രാജാവ് തിരിച്ചു വരണമെന്നാണ് പറയുന്നത്. കാരണം രാജാവുള്ള കാലത്ത് ഇത്രയും പ്രശ്നം നേപ്പാളിലില്ല. രാജാവിനെ മാത്രമേ നിങ്ങൾ ഡെമോക്രസി കൊണ്ടുവന്നു. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം പല പാർട്ടികളുണ്ടാക്കി, നിങ്ങളെല്ലാം ഒരുമിച്ച് ഭരിക്കുന്നു, തമ്മിൽ തല്ലുന്നു, പിന്നെ ഒരുമിച്ച് ഭരിക്കുന്നു. ഇടയ്ക്ക് പെട്ടുപോകുന്നത് ആരാ? നേപ്പാളിലെ ജനങ്ങളാണ്. അപ്പം ഒരു വിഭാഗമെങ്കിലും രാജാവിനെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ചിലർ പറയുന്നത് ഇന്ത്യയും ഇപ്പോൾ രാജാവിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു, നേപ്പാളിനെ തിരിച്ചൊരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. ഇതൊരു തിയറിയാണ്. അപ്പം നമ്മൾ പ്രൂഫ് നോക്കുമ്പോൾ എന്താ കാണുന്നത്? RSSന്റെ ഹെഡിനെ നേപ്പാളിൻ്റെ രാജാവ്, ഇപ്പോഴത്തെ രാജാവ് കാണുന്നു, രാജകുടുംബത്തിൽപ്പെട്ടവർ കാണുന്നു. അതൊരു കാര്യം. പിന്നെ അയോധ്യയുടെ ഉദ്ഘാടനത്തിന് ഇദ്ദേഹം വന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ്. ഇനി ഈ ഇടയ്ക്ക് ഈ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ നേപ്പാളിൻ്റെ ആർമി ചീഫ് അവരോട് സംസാരിക്കുന്നുണ്ട്. അപ്പം നേപ്പാളിൻ്റെ ആർമി ചീഫ് ഹീസ് ടോക്കിംഗ് ടു ദ നേഷൻ. ഇദ്ദേഹം രാജ്യത്തെ തന്നെ അഭിസംബോധന ചെയ്യുമ്പോൾ പുറകിൽ നേപ്പാളിൻ്റെ ഫൗണ്ടിങ് ഫാദറായ രാജാവിൻ്റെ പിക്ചറാണ്. അപ്പം നേപ്പാൾ ഫൗണ്ട് ചെയ്തത് ഒരു രാജാവാണ്. അപ്പോൾ ആ രാജാവിൻ്റെ ഫോട്ടോ ഈ ആർമി ചീഫിൻ്റെ തൊട്ട് പുറയിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചിലർ പറയുന്നത് മൊണാർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സസ് ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, പൃഥ്വിനാരായൺ സിംഗ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നേപ്പാൾ കണ്ടുപിടിച്ചത്, മോഡേൺ നേപ്പാൾ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ആർമി ചീഫിൻ്റെ പുറയിലിരിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഇസ് സംതിങ്. ഓക്കെ, ഇതാണ് ഇന്ത്യ ആംഗിൾ. ഇനി നിങ്ങൾ ചൈനയുടെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു 70 തൊട്ട് ചൈന ഇവിടെ സ്വന്തം ഹോൾഡ് കൂട്ടുകയാണ്. ഇന്ത്യക്ക് ഇല്ലാത്ത ഒന്ന്, അല്ലെങ്കിൽ ഇന്ത്യയെക്കാട്ടി കൂടുതലൊരു കാര്യം ചൈനയ്ക്കുണ്ട്, ഡീപ്പ് പോക്കറ്റ്സ്. നമ്മുടെ ഇരട്ടി ഫണ്ടിങ് അവന് ചെയ്യാൻ പറ്റും. നമ്മൾ 4 ട്രില്യൺ എക്കണോമി ആണെങ്കിൽ അവന് 19 ട്രില്യൺ എക്കണോമിയാണ്. അപ്പോൾ ചൈന നേപ്പാളിൽ പല പ്രോജക്റ്റുകളും നടക്കുന്നുണ്ട്. നേപ്പാൾ പാർട്ടീസിനെ ഫണ്ട് ചെയ്തിട്ടുണ്ടാവാം. എക്സ്പെഷ്യലി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന KP ഒലി, ഹി വാസ് വെരി മച്ച് പ്രോ ചൈന. ഓക്കെ, 2016 നേപ്പാളും ചൈനയുമായിട്ട് ട്രാൻസിറ്റ് എഗ്രിമെൻറ്റ് വരുന്നു. അപ്പോൾ ദേ ആർ കണക്ടിങ് ദ ഹില്ലി റോഡ്സ് ഓഫ് നേപ്പാൾ ആൻഡ് ചൈന. ചൈനയുടെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് പദ്ധതിയായ BRI, ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ്, ഇതിൻ്റെ ഭാഗമാകുന്നു ആര്? നേപ്പാൾ. പിന്നെ അവിടെ ഇന്ത്യ ചൈന ടസിൽ നടക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, KP ഒലിയൊക്കെ വളരെയധികം ആൻറ്റി ഇന്ത്യൻ സ്റ്റാൻഡുകൾ എടുക്കാറുണ്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, 2020 നേപ്പാൾ ഒരു പുതിയ മാപ്പ് കൊണ്ടുവരുന്നു. ഇന്ത്യ സ്വന്തമെന്ന് പറയുന്ന സ്ഥലങ്ങളെ നേപ്പാളിൻ്റെതായിട്ട് അതിനകത്ത് കാണിക്കുകയാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ കാലാപാനി, ലിംബ്യാദൂര, ലിപുലേക്ക്, ഈ സ്ഥലങ്ങളെല്ലാം കാലാപാനി, ലിപുലേക്ക്, ലിംബ്യാദൂര, ഇതൊക്കെ നേപ്പാളിൻ്റെ ഭാഗമായിട്ട് കാണിച്ച് മാപ്പ് ഇറക്കുകയാണ് നേപ്പാൾ. ഇത് അവരുടെ പാർലമെന്റിനെ കൊണ്ട് KP ഒലി അംഗീകരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹീസ് ടേക്കിംഗ് പ്രോ ചൈന ആൻറ്റി ഇന്ത്യ സ്റ്റാൻസ്. ഓക്കെ, അപ്പോൾ KP ശർമ്മ ഒലി അവിടെ ഭരിക്കുന്നത് ചൈനയ്ക്ക് വളരെ താല്പര്യമുള്ള കാര്യമായിരുന്നു. എന്നാലും ചില എക്സ്പേർട്സ് പറയുന്നത് വളരെ ഡൈവേർജൻ്റ് ആയ ഒരു വ്യൂ ആണ്. ചൈന KP ഒലിയെ മാറ്റാൻ ചൈന തന്നെ സമ്മതിച്ചു, അല്ലെങ്കിൽ ചൈന
ഇദ്ദേഹം മാറിയാലും കുഴപ്പമില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് എത്തി. അപ്പം നമ്മൾ വിചാരിക്കും എന്തിനാ ചൈന ഇങ്ങനെ ചിന്തിക്കുന്നത്? കാരണം ചൈനയെ സംബന്ധിച്ചോളം ഒരു പ്രോ ചൈന ലീഡർ ഉള്ളത് നല്ലതല്ലേ? കാര്യം വേറെ ഒന്നുമില്ല, ട്രംപിൻ്റെ ട്രേഡ് വാറും പ്രശ്നങ്ങളും കാരണം RIC പിന്നെയും പൊങ്ങി വരുവാണ്. RIC എന്താ? റഷ്യ, ഇന്ത്യ, ചൈന. അപ്പോൾ ചൈനയും ഇന്ത്യയും വീണ്ടും അടുക്കാൻ ശ്രമിക്കുകയാണ് ട്രംപിൻ്റെ ആക്ടിവിറ്റീസിനെതിരെ. അപ്പം ആ സമയത്ത് KP ഒലി ഒരു തടസ്സമായിട്ട് വരാം. കാരണം ലിപ്പു ലേക്കിൻ്റെ റീജിയനിലൂടെ ട്രാവലും ട്രേഡും ഒക്കെ ഇനി നടക്കാമെന്നുള്ള രീതിയിൽ ഇന്ത്യയും ചൈനയുമായിട്ട് ഓക്കെ പറഞ്ഞു. അപ്പോൾ KP ശർമ്മ ഒലി ഉടനെ എന്ത് ചെയ്തു? ചൈനയ്ക്കും ഇന്ത്യക്കും ഇതിനകത്തൊരു കാര്യമില്ല, ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്ന് ഒലി പറയുണ്ടായി. അപ്പോൾ ചൈന ചിന്തിച്ചു, അമ്പടാ എൻ്റെ എതിരെയും പറയാൻ നീ വളർന്നു. എന്നിട്ട് KP ശർമ്മ ഒലിയെ ഇവർ റീബക്ക് ചെയ്തു. അപ്പം ചെറിയൊരു വിഭാഗം പറയുന്നത് ഇന്ത്യയും ചൈന അടുക്കുന്നത് കൊണ്ട് KP ഒലിയെ നൈസായിട്ട് ചൈന സൈഡാക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ KP ഒലി പോന്നെങ്കിലും ഞങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നൊരു ആറ്റിറ്റ്യൂഡിൽ ചൈന വന്നു. പക്ഷേ ഇതെനിക്ക് 100% കൺവിൻസിങ് ആയിട്ട് തോന്നുന്നില്ല. കാരണം അത്രത്തോളം പ്രോ ചൈന ആയിട്ടുള്ള ഒരാളെ ചൈനയ്ക്ക് അവിടെ നിന്ന് മാറ്റാൻ താല്പര്യമില്ലായിരുന്നു. സോ എനിക്കതിനെപ്പറ്റിയും ഈ വ്യൂ പോയിന്റ് ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ. ചൈന KP ഒലിയെ മാറ്റിയതാവാം ഉള്ള ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, ദ ചാൻസസ് ആർ വെരി ലോ. അപ്പം ചൈന ആംഗിൾ നിങ്ങൾ മനസ്സിലായി. ഇപ്പോഴത്തെ ഭരണകൂടവും ചൈനയുമായിട്ട് വളരെ അടുപ്പത്തിലാണ്. ചൈന ഇങ്ങനെ ഒരു കാര്യം ചെയ്തതായിട്ട് നമുക്ക് 100% പറയാനും പറ്റില്ല. ഒരു ചെറിയ സാധ്യത ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനി USA ആംഗിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ USA ഒരിക്കലും ഒരു പ്രോ ചൈന പാർട്ടി അല്ലെങ്കിൽ പ്രോ ചൈന ഗവൺമെൻറ് ചൈനയുടെ അടുത്തിരിക്കുന്നത് ഇഷ്ടമല്ല. ഓക്കെ, ചൈനയ്ക്ക് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് താല്പര്യം ഒന്നുമെങ്കിൽ ചൈനയെ അനുസരിക്കുന്ന പാവ സർക്കാരുകൾ, അല്ലെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പും ചൈനയ്ക്ക് ഇഷ്ടമാണ്. ഡിക്റ്റേറ്റർഷിപ്പുമായിട്ട് അവർക്ക് ബന്ധം വെക്കാൻ എളുപ്പമാണ്. ആ ഭരണാധികാരി ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് കുറേ ഫണ്ടിങ് കൊടുത്താൽ മതി. ചൈനയ്ക്ക് ആ രാജ്യത്ത് കയറി എന്ത് ചെയ്യാം? ഇത് ആഫ്രിക്കയിൽ നടക്കുന്നതാണ്. അപ്പോൾ ചൈനയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? ഏതെങ്കിലും ഒരാൾ വളരെ സ്ട്രോങ് ആവുക, പാർട്ടിയിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഏതെങ്കിലും ഒരു ലീഡർ, അവരുമായിട്ട് ചൈന കണക്ഷൻ വയ്ക്കും. അല്ലെങ്കിൽ ഒരു ഡിക്റ്റേറ്റർഷിപ്പ്. നിങ്ങൾ നോക്കിയാൽ മ്യാൻമാറിലെ ജുണ്ട ഗവൺമെൻറ്, അവിടുത്തെ ഡെമോക്രാറ്റിക്കലി എലക്റ്റഡായ ഗവൺമെൻറ് മറിച്ചിട്ടിട്ട് അവിടെ മിലിറ്ററിയാണ് ഭരിക്കുന്നത്. ആ മിലിറ്ററിയുമായിട്ട് നല്ല ബന്ധമാണ് ചൈനയ്ക്ക്. അപ്പോൾ ചൈനയ്ക്ക് 2 ആഗ്രഹങ്ങളാണ്. ഒന്നുകിൽ ചൈനയുമായിട്ട് വളരെയധികം ക്ലോസ് ആയിട്ട് നിൽക്കുന്ന പാർട്ടി ഭരിക്കുന്നത്, അത് KP ശർമ്മ ഒലിയെ പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ആയിരിക്കണം. US സംബന്ധിച്ചോളം US ആഗ്രഹം എന്താ? ചൈനയുടെ ബോർഡറിൽ കിടക്കുന്ന രാജ്യങ്ങളിലെല്ലാം ചൈനയുടെ ഹോൾഡ് ഉണ്ട്, അത് കട്ട് ചെയ്യണം. നിങ്ങൾ ബംഗ്ലാദേശ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയപ്പെടുന്നത് വളരെ ഒബാമയുമായിട്ടുള്ള ക്ലോസ് ആയിട്ടുള്ള ആളാണ് മുഹമ്മദ് യൂനുസ്. ഓക്കെ, പറയപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ഷെയ്ഖ് ഹസീനയോട് ചോദിച്ചു, ഞങ്ങൾക്ക് സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് വേണം, അവിടെ ഒരു മിലിറ്ററി ബേസ് പണിയണം. ഷെയ്ഖ് ഹസീന ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി ഉള്ള രാജ്യമാണ് ബംഗ്ലാദേശ്, അതുകൊണ്ട് ഇതൊന്നും നടക്കില്ലെന്ന് US പറഞ്ഞു. US ഇത് കേട്ടതോടാണ് ഷെയ്ഖ് ഹസീനയെ തെറിപ്പിച്ചതെന്ന് പറയപ്പെടുന്നു. ഇത് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ക്ലിയർ ആയിട്ടുള്ള ചില എവിഡൻസുകളുണ്ട് യൂനുസും US കണക്ഷൻ. അപ്പോൾ സിമിലർ ഇപ്പോൾ പറയപ്പെടുന്നത് പാകിസ്ഥാനുമായിട്ട് ആരെടുക്കുന്നുണ്ട്? ഒത്തിരി അധികം ബംഗ്ലാദേശ് എടുക്കുന്നുണ്ട്, പാകിസ്ഥാനുമായിട്ട് USA അടുക്കുന്നുണ്ട്. അപ്പോൾ പറയപ്പെടുന്നത് US വളരെയധികം സപ്പോർട്ടഡ് ആണ് USA നിന്ന്. സെയിം കാര്യമായിരിക്കാം USA എന്തിനു ശ്രമിക്കുന്നത്? നേപ്പാളിന് ശ്രമിക്കുന്നത്. അപ്പോൾ USA ഇടപെട്ടു എന്നുള്ളൊരു ആംഗിളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ USA എന്താ ചെയ്യുന്നത്? ചൈന പ്രോ ആയിട്ടുള്ള പാർട്ടികളെ മാറ്റി സ്വന്തം പപ്പറ്റുകളെ ഇവിടെ ഇറക്കാൻ ശ്രമിക്കും. അത് ബംഗ്ലാദേശിൽ ഓൾറെഡി US ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ US റെപ്രസെൻറ്റേറ്റീവായിട്ട് ചില എക്സ്പേർട്സ് പറയുന്ന ആൾ കാഠ്മണ്ഡുവിലെ മേയറായ ബലേൻ ഷായാണ്. ബലേൻ ഷായുടെ പേര് നിങ്ങൾ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്. ഇദ്ദേഹം ഒരു റാപ്പറാണ്. ഇദ്ദേഹം ഒരു പാട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ലെറ്റ് മീ സ്പീക്ക്. അതായത് കറപ്ഷൻ ഉണ്ട് നേപ്പാളിൽ, അതിനെതിരെ ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ നോക്കുക, 2006 കഴിഞ്ഞ് മാവോയിസ്റ്റ് പാർട്ടിയോടുണ്ട്, മാർക്സിസ്റ്റ് ലെനിസ്റ്റ് പാർട്ടിയുണ്ട്, നേപ്പാളി കോൺഗ്രസ് ഉണ്ട്. ഇവരാരും ജനത്തിന് വേണ്ടി വലിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ജനങ്ങൾക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം. അപ്പോൾ ഒരു ചെറിയ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു മുനിസിപ്പൽ ഇലക്ഷനിലെങ്കിലും അവരാരെ കണ്ടു? ബലേൻ ഷായെ കണ്ടു. അപ്പോൾ ബലേൻ ഷാ എന്ത് ചെയ്തു? അദ്ദേഹം ഇലക്ഷൻ ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ആ സിറ്റി കാഠ്മണ്ഡു ചുറ്റുമായ സിറ്റിയിൽ അദ്ദേഹം കുറേ റിഫോംസ് കൊണ്ടുവരികയാണ്. ഇല്ലീഗൽ കൺസ്ട്രക്ഷൻസിനെതിരെ ആക്ട് ചെയ്തു. പിന്നെ ബയോഗ്യാസ് ആ കാര്യത്തിൽ ഇദ്ദേഹം ആക്ട് ചെയ്തു. മുനിസിപ്പൽ വേസ്റ്റ് അതിൻ്റെ ഡിസ്പോസലും വേസ്റ്റ് ക്ലീൻനെസ് കൊണ്ടുവരാനുള്ള ശ്രമവും ഇദ്ദേഹം നടത്തി. അവർ ക്ലീൻ കാഠ്മണ്ഡു ഇദ്ദേഹം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. പിന്നെ ഇദ്ദേഹം ജെൻസിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ബലേൻ ഷാ. അപ്പം ജെൻസിക്കും ഇദ്ദേഹത്തിനോട് വളരെയധികം താല്പര്യമുണ്ട്.
ഈ ബലേൻ ഷാ US അംബാസഡറെ കാണുകയുണ്ടായി. USA ആളാണെന്നൊരു തിയറി പടരുന്നുണ്ട്. അതുപോലെ തന്നെ ജെൻസിയുടെ ഈ റിവോൾട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെ വലിയ റോള് ചെയ്ത ഒരു NGO ഉണ്ട്, ഹാമി നേപ്പാൾ. ഹാമി നേപ്പാൾ എന്ന് പറയുന്ന ഒരു NGO ഈ ജെൻസി പ്രൊട്ടസ്റ്റിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ജെൻസി പ്രൊട്ടസ്റ്റിൻ്റെ ലീഡറായിട്ട് നമ്മൾ പലപ്പോഴും കാണുന്നത് ഗുരുങ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഗുരുങ് യോജിച്ച് പ്രവർത്തിക്കുന്ന NGO ആണ് ഹാമി നേപ്പാൾ. ഹാമി നേപ്പാളിനെ ഫണ്ട് ചെയ്യുന്നത് ആരാണെന്ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം അവർ മാറ്റിയോന്ന് അറിയത്തില്ല, ഫണ്ട് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലതും US-ലുള്ള ഒന്നുകിൽ US ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ US-ലുള്ള NGOs. അതിൽ ജോർജ് സോറോസിൻ്റെ പൈസ വരാം, ഓക്കെ, നാഷണൽ എൻഡോൺമെൻറ്റ് ഫണ്ട് ഫോർ ഡെമോക്രസിയുടെ പൈസ വരാം, മിലേനിയം ചാലഞ്ച് കോർപ്പറേഷൻ്റെ പൈസ വരാം. ഇതെല്ലാം അമേരിക്ക ഫണ്ടഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ്. ഈ ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക പലപ്പോഴും പല രാജ്യത്തിലും അട്ടിമറി നടത്തുന്നത്. നിങ്ങൾ ബംഗ്ലാദേശ് നോക്കിക്കോ, ബംഗ്ലാദേശിലും അമേരിക്കൻ ഫണ്ടിങ് വരുന്നുണ്ട്. അവിടുത്തെ NGO-കളെല്ലാം USAID വഴി. USAID ഒരു സമയത്ത് USAID-ൻ്റെ ഫണ്ടിങ് എവിടെയും പോയിട്ടുണ്ട്, നേപ്പാളിലും പോയിട്ടുണ്ട്. ഇപ്പം ട്രംപിന് USAID-നെ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ഹാമി നേപ്പാൾ നോക്കിയാൽ ഈ ജെൻസി പ്രൊട്ടസ്റ്റിൻ്റെ മുമ്പിലുള്ള ഒരു മേജറായിട്ടുള്ള NGO ആണ്. ഇതിൻ്റെ ലീഡറായ ഗുരുങ്ങാണ് ജെൻസി പ്രൊട്ടസ്റ്റിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ്. അപ്പോൾ ഈ NGO-യുടെ പുറകിൽ US ഫണ്ടിങ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇത് സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അണ്ടർസ്റ്റുഡ്? ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഈ മിലേനിയം ചാലഞ്ച് കോർപ്പറേഷൻ, ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോർപ്പറേഷനാണ്. ഇവർ നേപ്പാളിലൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു, മിലേനിയം ചാലഞ്ച് കോമ്പാക്ട് ഫോർ നേപ്പാൾ. ഏകദേശം എനിക്ക് തോന്നുന്നു $500 മില്യൺ സഹായമായിരുന്നു. KP ഒല്ലി ആദ്യം ഇതിനെ എതിർക്കാൻ നോക്കി. നമ്മൾ മനസ്സിലാക്കേണ്ടത് US-ൻ്റെ ഒരു എക്സ്പേർട്ട് ഉണ്ട്, ഒരു ഡിപ്ലോമാറ്റ് ഉണ്ട്, ഡൊണാൾഡ് ലൂ എന്ന് പറഞ്ഞ വ്യക്തി. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. ഈ ഡൊണാൾഡ് ലൂവിനെ പറ്റി പറയുന്നത് ഇദ്ദേഹം ഒരു റെജീം ചേഞ്ച് എക്സ്പേർട്ടാണ്. അതായത് USA-യുടെ എതിരെ ആരെങ്കിലും ഗവൺമെൻറ് ഫംഗ്ഷൻ ചെയ്താൽ ഡൊണാൾഡ് ലൂ പല കാര്യങ്ങളും ചെയ്ത് ആ രാജ്യത്തിൻ്റെ സർക്കാരിനെ മറിച്ചിടും. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഈ ഭരണമാറ്റം നടക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ആരവിടെ വന്നിട്ടുണ്ട്? ഡൊണാൾഡ് ലൂ വന്നിട്ടുണ്ട്. ഇനി KP ഒലി ചൈനയുമായിട്ട് അടുത്ത ആളായതുകൊണ്ട് ഈ MCC-യുടെ ഈ പ്രോജക്റ്റ് നടത്താൻ ഇദ്ദേഹം സമ്മതിക്കാത്തൊരവസ്ഥയുണ്ടായി. അവസാനം പറയപ്പെടുന്നത് ഡൊണാൾഡ് ലൂ KP ഒലിയെ പ്രഷർ ചെയ്തു. KP ഒലി കേട്ടില്ല. അവസാനം KP ഒലിയുടെ ഗവൺമെൻറ് കുറച്ച് വർഷം മുമ്പ് വീണു. പിന്നീട് വരുന്നത് നേപ്പാളി കോൺഗ്രസിലെ ഷേർ ബഹാദൂർ ദൂബെയാണ്. ഇദ്ദേഹത്തിൻ്റെ പാർട്ടി US-ൻ്റെ ഈ പ്രോജക്റ്റ് അംഗീകരിച്ചു. നിങ്ങൾ മനസ്സിലാക്കുക, US-നെതിരെ പോയി ഡൊണാൾഡ് ഇടപെട്ട് KP ഒലിയുടെ ഗവൺമെൻറ് മറിഞ്ഞു വീണു. പിന്നെയും KP ഒലി വന്നേക്കുകയാണ്. അപ്പം KP ഒലിയെ പിന്നെയും ആരായിരിക്കും മറിച്ചിട്ടേക്കുക? പ്രോ ചൈന ഗവൺമെൻറ്റിനെ ആരായിരിക്കും മറിച്ചിടുക? USA ആയിരിക്കും. ബംഗ്ലാദേശ് ചെയ്ത പോലെ അവരിവിടെയും ചെയ്യാൻ ശ്രമിക്കുന്നു. ഇനി നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞു. ബാഹ്യ ശക്തികൾ ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരം കൊടുക്കാൻ ശ്രമിച്ചു. ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളൊന്ന് ഒന്ന് നോക്കണം. എന്തുകൊണ്ടാണ് ബാഹ്യശക്തികൾ ഇതിനകത്ത് ഇടപെട്ടു എന്ന് പറയുന്ന തെളിവുകൾ എന്താ? ഒന്ന്, ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. ഈ അടുത്ത് തന്നെ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് മറിക്കപ്പെട്ടു. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റാണ് മറിക്കപ്പെട്ടത്. അതുപോലെ ശ്രീലങ്കയിൽ രാജപക്ഷയുടെ ഗവൺമെൻറ് മറിക്കപ്പെട്ടു. ഈ ശ്രീലങ്ക ഗവൺമെൻറ് ആണെങ്കിലും നേപ്പാൾ ഗവൺമെൻറ് ആണെങ്കിലും വളരെ പ്രോ ചൈനയാണ്. അപ്പോൾ ഇതിനെ അട്ടിമറിച്ചത് ആരാവാം? US ആവാമെന്ന് ചിലർ പറയുന്നു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു റാൻഡം ആയിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ ഇത്രയും ആൾക്കാർ സംഘടിച്ച് വരുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഇല്ലാതെ ഇത് പോസിബിൾ ആവും? അത് മാത്രമല്ല, പോലീസ് ഇത്ര പേരെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ ഒരു ലോജിക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പോലീസ് വെടിവെപ്പൊക്കെ നടന്നിട്ടുണ്ട് ടെറായി റീജിയനിൽ. ഈ കാഠ്മണ്ഡു റീജിയനിൽ ഇതുപോലുള്ള ഒരു പോലീസ് ആക്രമണം ഇതുവരെ നടന്നിട്ടില്ല. പോലീസ് പറയുന്നത് ഞങ്ങൾ ശാന്തമായിട്ട് റബ്ബർ ബുള്ളറ്റൊക്കെ ഉപയോഗിച്ച് ആദ്യം ഇവരെ അമർച്ച ചെയ്യാൻ നോക്കിയത്, ഒരു രക്ഷയില്ലാത്തപ്പോഴാണ് ഞങ്ങൾ വെടിവെച്ചെന്ന്. ജെൻസി പ്രൊട്ടസ്റ്റേഴ്സ് പറയുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പോലീസ് ഫയർ ചെയ്തു. ഈ സിമിലർ കാര്യങ്ങളാണ് ബംഗ്ലാദേശിലെ ആർമി ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവരും പലപ്പോഴും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ എതിരെ വെടിയുയർത്ത അവസ്ഥയുണ്ട്. അപ്പം കലാപം കൂടുതൽ വികസിക്കും,
ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിടേണ്ട അവസ്ഥ വന്നു. സെയിം കാര്യം ഇവിടെ നടക്കുന്നു. പിന്നെ ഞാൻ പറയാൻ കാരണം ബലേൻഷാ ആണെങ്കിലും നേപ്പാളിൽ പല NGO ഇൻക്ലൂഡിങ് ഈ പ്രൊട്ടസ്റ്റിൻ്റെ പുറത്ത് പ്രവർത്തിച്ച ഗുരുങ്ങിൻ്റെ അഫിലിയേറ്റ് ആയിട്ടുള്ള NGO ആമി നേപ്പാൾ ഇതിനെ ഫണ്ട് ചെയ്യുന്നത് US ആണ്. US റിലേറ്റഡ് ആയിട്ടുള്ള ഏജൻസികളാണ്. ഇത് വ്യക്തമായിട്ട് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ കോൺസ്പിറസി തിയറി സ്ട്രോങ് ആവുന്നത്, അല്ലെങ്കിൽ ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇനിയും രണ്ടാമത് ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കോൺസ്പിറസി നടന്നിട്ടില്ലെന്ന്. ഇത് കോൺസ്പിറസി ഒന്നുമല്ല. അപ്പോൾ കോൺസ്പിറസി അല്ലെന്ന് പറയുന്നവരുടെ വാദം എന്താണ്? നാച്ചുറൽ ഗ്രീവിയൻസസ് ഉണ്ട്. ഞാൻ പറഞ്ഞു പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഉള്ള നാട്, ഇക്കണോമിക്കലി ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അവിടെ കറപ്ഷനുണ്ട്. അപ്പം ഇതിനൊക്കെ എതിരെ ജനം പ്രതികരിച്ചതാ. അപ്പം അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇനി ചിലർ പറയുന്നത് അമേരിക്കയ്ക്ക് ഇതിനകത്ത് റോൾ ഉണ്ടാവാനൊന്നും സാധ്യതയില്ല. ഇപ്പോൾ ഉള്ളത് നവാരോയും ലുട്നിക്കും ഒക്കെയാണ്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷന് നേപ്പാൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ലെന്നാണ് ചിലർ പറയുന്നത്. തമാശയ്ക്ക് പറയുന്നത്. അപ്പോൾ ട്രംപിൻ്റെ ഫോറിൻ പോളിസിയിൽ ഇരിക്കുന്നവർക്ക് സൗത്ത് ഏഷ്യയെ പറ്റി അവരുടെ പൊളിറ്റിക്സിനെ പറ്റി വലിയ അറിവില്ല. അല്ലെങ്കിൽ ഇന്ത്യയുടെ എതിരെ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുമോ? ഇന്ത്യയിൽ പെട്രോൾ വിറ്റ് ബ്രാഹ്മണന്മാർ കാശാക്കുന്നു എന്നാണ് നവാരോ പറഞ്ഞത്. ലുട്നിക്ക് പല രീതിയിലുള്ള ഭീഷണികൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു റെജീം ചേഞ്ച് നടത്താനുള്ള കേപ്പബിലിറ്റിയോ അല്ലെങ്കിൽ വിൽ പവറോ ഉണ്ടെന്ന് പലരും വിശ്വസിക്കുന്നില്ല. പിന്നെ ചിലർ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ഒരു പ്രയോഗമുണ്ട്, ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റ് ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ്. അന്ന് പണ്ട് കാലത്ത് നമ്മുടെ നേപ്പാളിൽ നടന്നതും ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റാണ്. അതായത് പൊളിറ്റിക്കൽ റൈറ്റ്സിന് വേണ്ടി, സിവിൽ റൈറ്റ്സിന് വേണ്ടി, വോട്ട് ചെയ്യാനുള്ള അവകാശത്തിന് വേണ്ടി, ഡെമോക്രസി വരാൻ, ബേസിക് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഓൾഡ് സോഷ്യൽ മൂവ്മെൻറ്റ് നടത്തുന്നത്. അത് പലപ്പോഴും വലിയ സ്ട്രക്ചർ ഉള്ളതാണ്. ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പലപ്പോഴും സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, കറപ്ഷനെതിരെയാണ്, ഫ്രീഡം ഓഫ് സ്പീച്ചിന് വേണ്ടിയാണ്. അപ്പോൾ ഇതൊരു ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റാണ്. ന്യൂ സോഷ്യൽ മൂവ്മെൻറ്റ് പലപ്പോഴും അൺഓർഗനൈസ്ഡ് ആണ്. അപ്പം മുഖമില്ലാത്ത ഈ വലിയ ക്രൗഡ് വരുന്നത് ഓർഗാനിക് ആയിട്ടാണെന്ന് ചിലർ പറയുന്നു. അപ്പോൾ ഇതിനകത്ത് കോൺസ്പിറസിയുടെ ഒന്നും കാര്യമില്ലെന്നാണ് ചിലർ പറയുന്നത്. പിന്നെ ചിലർ പറയുന്നൊരു കാര്യമുണ്ട്, സപ്പോസ് ഇതൊരു പ്ലാൻഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ ഈ എക്സ്റ്റേണൽ ശക്തികൾ പ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന നേതാക്കന്മാരും ഉണ്ടാവും. അപ്പോൾ ഏതെങ്കിലും ഒരു നേതാവിനെ കൊണ്ടുവരണം. അതായത് നിങ്ങൾ നോക്കിക്കേ, ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനിസിനെ പാരച്യൂട്ട് ചെയ്ത് കൊണ്ട് ഇറക്കി. നേപ്പാൾ പ്രൊട്ടസ്റ്റിൽ അങ്ങനെ ഒരു ഫേസ് ഒന്നും നമ്മൾ കാണുന്നില്ല. ജെൻസിയിൽ തന്നെ പലരും പലരെ സപ്പോർട്ട് ചെയ്യുന്നു. ബലേൻഷാ ചെറിയ പ്രായമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ജെൻസികളുണ്ട്. ഓക്കെ, അതുപോലെ ചിലർ സപ്പോർട്ട് ചെയ്യുന്നത് സുശീല കർക്കി എന്ന് പറഞ്ഞ ex-CGI ആണ്. ഇപ്പൊ സുശീല കർക്കിയാണ് നേപ്പാള പ്രൈം മിനിസ്റ്ററായിട്ട് ചുമതല ഏറ്റെടുത്തിരിക്കുന്നത്, ഇന്ററിം പ്രൈം മിനിസ്റ്ററായിട്ട്. ഞാൻ പറയും, അപ്പൊ ചിലർ പറയും സുശീല കർക്കിയെ ഞങ്ങൾ സമ്മതിക്കില്ല, കാരണം പ്രായമുള്ളവരാ. ജെൻസിയിലെ ചിലർ സുശീല കർക്കിക്ക് എതിരാണ്, ചിലർക്ക് ബലേൻഷയാണ് താല്പര്യം, ചിലർ ഗുരുങ്ങിന്റെ കാര്യം പറയും, ചിലർ പറയും ആരെ കൊണ്ടുവന്നോ പ്രായമുള്ളവർ പറ്റില്ലെന്ന് പറയും. ചിലർ നേപ്പാളിലെ മുൻ ഇലക്ട്രിസിറ്റി മിനിസ്റ്ററായ കലാം ഗിസിങ്ങിന്റെ പേര് പറയും. കുലാം ഗിസിങ്, ഇദ്ദേഹം നേപ്പാളിലെ പവർ ഇഷ്യൂസ് കുറേയൊക്കെ സോൾവ് ചെയ്ത ആളാണ്. പിന്നെ രബി ലമിച്ചാനെ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട്, 51 വയസ്സുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് RSP എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലായിരുന്നു. ഇദ്ദേഹം കറപ്ഷന്റെ കേസിലാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷെ ഇദ്ദേഹം പലപ്പോഴും കറപ്റ്റ് അല്ലെന്നാണ് പലരും പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രൊട്ടസ്റ്റിന്റെ ഇടയ്ക്ക് ഇദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ ചില ജൻസിക്കാർ പറയും ഗുഡാൻ ഗുരുങ്ങാണ്, ചിലർ പറയും ബലേൻഷാ ആണ്, ചിലർ പറയും കുലാം ഗിസിങ് ആണ്, ചിലർ പറയും റബി ലമിച്ചാനെയാണെന്ന്. അപ്പൊ ജെൻസിക്ക് തന്നെ കോമൺ ആരെ തിരഞ്ഞെടുക്കണമെന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. ഇപ്പൊ കറണ്ട് ഒരാരെ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ആക്ഷൻ ആണെങ്കിൽ, ഒരു കോൺസ്പിറസി തിയറി പ്രൂവ് ചെയ്യുന്ന കാര്യമാണ്, കോൺസ്പിറസി നടന്നിട്ടുണ്ടെങ്കിൽ, ബാഹ്യശക്തി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ലീഡറിന്റെ പേരെ നമ്മൾ കേൾക്കും. അതായത് ബംഗ്ലാദേശിൽ ഭരണം മാറിയപ്പോൾ ആരാ വന്നത്? ഒറ്റയൊരു പേരാണ്, മുഹമ്മദ് യൂനുസ്. പക്ഷെ ഇവിടെ പലരുടെയും പേര് കേൾക്കുന്നു. അപ്പോൾ ഇതും എന്താ കാണിക്കുന്നത്? ഇതൊരു കോൺസ്പിറസി അല്ലാതിരിക്കാനുള്ള ചാൻസസാണ് കാണിക്കുന്നത്. അപ്പോൾ കോൺസ്പിറസി ആണെന്ന് പറയുന്ന പോർഷനും കോൺസ്പിറസി അല്ലെന്ന് പറയുന്ന പോർഷനും ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇന്ത്യയുടെ ഒരു വ്യൂ പോയിന്റ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കണം. ഇന്ത്യയെ എങ്ങനെ ഇത് ബാധിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സറൗണ്ടിങ് അത്ര നല്ലതല്ല. മ്യാൻമാറിൽ ലഹള നടക്കുകയാണ്, പാകിസ്ഥാൻ നമ്മുടെ ഹോസ്റ്റയിലാണ്, ശ്രീലങ്കയിൽ ഇപ്പോഴൊരു വർണ്ണമാറ്റം വന്നു, നേപ്പാളിൽ ഇതാ ഇപ്പോൾ പ്രശ്നം നടക്കുന്നു. അപ്പം നമ്മുടെ ബൗണ്ടറിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇൻസ്റ്റബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്കതൊട്ടും
ഒരു നല്ല കാര്യമല്ല. പിന്നെ ഇന്ത്യ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വളരെ വലിയ ഓപ്പൺ ആയിട്ടുള്ള ഇടപെടലുകൾ പോകരുത്. നമ്മളൊരു വി ഫിക്സിഡ് ആറ്റിറ്റ്യൂഡ് ഇതിനകത്ത് കാണിക്കരുത്. ഞങ്ങളെല്ലാം ശരിയാക്കിക്കോളാം, ഇന്ത്യ ചെയ്തോളാം, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ പിന്നെയും ആൻറ്റി ഇന്ത്യ ആവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവരുടെ രാജ്യത്തിലെ കാര്യം അവർക്ക് നോക്കാം, നമുക്ക് സഹായിക്കാം, അവർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡ് ഇനിയും കാണിക്കരുത്. നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്വയറ്റ് ഡിപ്ലോമസി ചെയ്യണം. നേപ്പാളിനോട് പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. അത് തന്നെയാണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇന്ത്യ ഉണ്ട്, പക്ഷേ എല്ലാ കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നേപ്പാളിലുള്ള ജനങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പാടില്ല. ഇനി ഇതിൻ്റെ ഒരു ലൈക്ക്ലി ഔട്ട്കം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നേപ്പാളിൽ സംഭവിക്കാൻ സാധ്യത? നമുക്ക് ഭയക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്ത്യൻ പ്രസ്സിനെ വളരെയധികം നേപ്പാളിലെ ആൾക്കാർ ചിലർ അറ്റാക്ക് ചെയ്യുന്നു. അത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രോ ഇന്ത്യ ആണോ ആൻറ്റി ഇന്ത്യ ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഇതൊരു നെഗറ്റീവ് തലത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് തലത്തിലേക്ക് പോയാൽ അവിടെ അനാർക്കി വരാം, അവിടെ മൈഗ്രേഷൻ ഇഷ്യൂസ് വരാം, എക്സ്ട്രീമിസത്തിൻ്റെ ഇഷ്യൂ വരാം. ഇതെല്ലാം ഇന്ത്യയെ ബാധിക്കും. അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ആൻറ്റി ഇന്ത്യ പ്രൈം മിനിസ്റ്റർ അവിടെ വന്നാൽ അതും ഇന്ത്യക്ക് പ്രശ്നമാവാം. കാരണം ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതാവുമെന്നൊരു പേടിയുണ്ട്. ഇനി ചിലപ്പോൾ ഇത് ഇന്ത്യക്ക് നല്ലതും ആവാം. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, മാൽഡീവ്സിൽ ഒരു പുതിയ പ്രൈം മിനിസ്റ്റർ വരുന്നു, മൊയ്സു വളരെ ആൻറ്റി ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഒക്കെ നയിച്ച ആളാണ്. പക്ഷേ പിന്നെ സാഹചര്യം കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ത്യയുടെ തന്നെ കൂടെ വരുന്ന അവസ്ഥ. ഈ ഇടയ്ക്ക് മാൽഡീവ്സ് ഇന്ത്യ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മൊയ്സു പ്രോ ഇന്ത്യ സ്റ്റാൻസ് എടുക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. ശ്രീലങ്കയിൽ ഡിസാനായക വന്നപ്പോഴും കമ്മ്യൂണിസ്റ്റാണ്. ഇദ്ദേഹം ഇന്ത്യയായിട്ടുള്ള ബന്ധം തുടക്കത്തിൽ നമുക്ക് സംശയം ഉണ്ടായിരുന്നു, പിന്നീട് ഇന്ത്യയായിട്ടുള്ള ബന്ധം ഓക്കെ ആയി. അപ്പോൾ ചിലപ്പോൾ ഈ പ്രശ്നം കഴിഞ്ഞ് ഇന്ത്യയായിട്ടുള്ള ബന്ധം ബെറ്റർ ആവാൻ സാധ്യതയുണ്ട്, നമുക്കറിയില്ല വാട്ട് വിൽ ഹാപ്പൻ. ഇനി ചിലര് ഹർദീപ് പുരിയെ പോലെ ഹി വാസ് എൻ എക്സ് ഡിപ്ലോമാറ്റ് ടു നേപ്പാൾ. ഇദ്ദേഹം പറയുന്നത് ഇനിയും നേപ്പാളിൽ ചിലപ്പോൾ ഉണ്ടാവുന്നത് ഒരു ടെക്നോ പൊളിറ്റിക്കൽ ഗവൺമെൻറ്റാണ്. ടെക്നോ പൊളിറ്റിക്കലിനകത്ത് കുറച്ച് പൊളിറ്റീഷ്യൻസ് കാണും, കുറച്ച് ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് എക്സ്പേർട്സ് ഉള്ളവർ കാണും, യൂത്തിലുള്ള ആൾക്കാർ കുറേ കാണും. ഇങ്ങനൊരു ഗവൺമെൻറ് ആയിരിക്കും ഇവിടെ വരുന്നതെന്ന് പറയുന്നു. ബംഗ്ലാദേശിലും വരുന്നത് എന്താ? യൂത്ത് ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞാൽ വന്നത്, പക്ഷേ ബംഗ്ലാദേശ് അവർ കുളവാക്കി എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം നേപ്പാളിൽ ഇനിയും വരാൻ പോകുന്നത് ആരാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പം മാറി. നേപ്പാളിൽ വന്നതാരാ? സുശീല കർക്കെ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. സുശീല കർക്കെയാണ് നേപ്പാളിലെ പ്രൈം മിനിസ്റ്ററായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. നേപ്പാളിലെ ആദ്യത്തെ വുമൺ ചീഫ് ജസ്റ്റിസ് ആണ്. വളരെയധികം ആൻറ്റി കറപ്ഷൻ സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ആളാണ്. അവിടെ ഒരു സർവിങ് ആയിട്ടുള്ള മിനിസ്റ്ററിനെ പിടിച്ച് ജയിലിലിട്ടു. ഇവരെ ഇംപീച്ച് ചെയ്യാൻ നേപ്പാളി കോൺഗ്രസ് ശ്രമം നടത്തി. അപ്പം ഇവർ കറപ്ഷനെതിരാണെന്നുള്ളൊരു ഇമേജ് സുശീല കർക്കെയുണ്ട്. സുശീല കർക്കെയാണ് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് കണക്ഷനുണ്ട്. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ 70കളിൽ പഠിച്ച വ്യക്തിയാണ് സുശീല കർക്കെ. പിന്നെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം കീപ്പ് ചെയ്യുന്ന ഒരാളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കാരണം പ്രൈം മിനിസ്റ്റർ മോദിയെ പറ്റിയൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഇവരുടെ ഒരു ഇൻ്റർവ്യൂവിലും ഇവർ ഇന്ത്യയെ പ്രകീർത്തിച്ചാണ് സംസാരിച്ചത്. അപ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് സോ ബാഡ് ഫോർ ഇന്ത്യ. ഓക്കെ, ഇനി സുശീല കർക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്ത് ചെയ്യണം? നേപ്പാൾ നന്നാവണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ലോ ആൻഡ് ഓർഡർ നേരെയാക്കുക. ഇപ്പോൾ കുറേ പ്രശ്നം വന്നിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്, തെരുവിൽ അശാന്തിയുണ്ട്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കാൻ വേണം ആദ്യം ശ്രമിക്കാൻ. കാരണം ഏകദേശം 1200ഓളം തടവുകാരെ ഈ പ്രൊട്ടസ്റ്റേഴ്സ് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തിനാണ് അവർ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. എന്തിനാണ് ഹിൽട്ടൺ ഹോട്ടൽ കത്തിക്കുന്നത്? ഹിൽട്ടൺ ഹോട്ടൽ കത്തിച്ചത് കൊണ്ട് എന്ത് നടക്കാനാണ്? അപ്പം ചിലർ പറയുന്നത് കുറേയൊക്കെ പെയ്ഡായിട്ടുള്ള ആൾക്കാരും ബാക്കി ബാഹ്യശക്തികളുടെ ആൾക്കാരും ഒക്കെ ഇതിനകത്ത് ഉണ്ടാവാം, നമുക്കറിയില്ല. അപ്പോൾ സുശീല കർക്കെ ചെയ്യേണ്ടത് ആദ്യം ലോ ആൻഡ് ഓർഡർ ബെറ്റർ ആക്കാൻ നോക്കുക, എന്നിട്ടൊരു നല്ല ഇലക്ഷൻ നടത്താൻ നോക്കുക. പിന്നെ നേപ്പാളിലെ കറപ്ഷൻ അത് കുറയ്ക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. ഓക്കെ, ഇക്കണോമി ബെറ്റർ ആക്കാനുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുക, ഇൻഫ്ലേഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിനകത്ത് ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് സുശീല കർക്കെ ഇനി ചെയ്യേണ്ടത്. ആദ്യം ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ ഇക്കണോമി മുമ്പോട്ട് കൊണ്ടുവരിക. ഇനി ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണ്? നമ്മൾ പലപ്പോഴും കാണുന്നത് ഇതുപോലുള്ള പല മൂവ്മെൻറ്റും ആദ്യം ഓർഗാനിക് ആയിട്ട് വരും,
അപ്പോൾ ജനങ്ങളുടെ പ്രതിഷേധമാണ്. പക്ഷെ പയ്യെ പയ്യെ ഇടയ്ക്ക് വെച്ച് ഇതുപോലുള്ള മൂവ്മെൻറ്റിനെ ബാഹ്യ ശക്തികൾ ഹൈജാക്ക് ചെയ്യും. അങ്ങനെ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇപ്പോൾ അറബ് സ്പ്രിങ് വന്നിട്ടുണ്ട്. അറബ് സ്പ്രിങ് ആദ്യം ടുണീഷ്യയിൽ വന്നത് ഓർഗാനിക് ആയിട്ടാണ്, ജനങ്ങൾ പ്രതിഷേധിച്ചതാണ്. പക്ഷെ പയ്യെ പയ്യെ അമേരിക്കയെ പോലുള്ള ബാഹ്യശക്തിയും വെസ്റ്റേൺ പവേഴ്സും ഈ മൂവ്മെൻറ്റിനെ ഹൈജാക്ക് ചെയ്തു. ഇതേ കാര്യവും സംഭവിക്കുക അവിടെ. ഇപ്പം ജനങ്ങൾ പ്രതിഷേധിച്ചതാവാം, പക്ഷെ പയ്യെ പയ്യെ പല രാജ്യങ്ങളും അവരുടെ ആൾക്കാരെ ഇതിൻ്റെ ഇടയിലേക്ക് പ്ലാൻ ചെയ്ത് ഭരണം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലർ പറഞ്ഞിരുന്നു ബലേൻ ഷാ USA സപ്പോർട്ടഡ് ആണ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന. അപ്പോൾ USA ബലേൻ ഷായെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അദ്ദേഹത്തെ ഒരു PM ആക്കാൻ ശ്രമിക്കുമെന്ന്. ഇനി ഒരു പ്രശ്നം വരാനുള്ള സാധ്യത, ഇപ്പോൾ സുശീല കർക്കെ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയി, പക്ഷെ ചിലർ പറയുന്നത് ഇല്ലീഗലാണ്. അവിടുത്തെ ബാർ അസോസിയേഷൻ ഇതിനെതിരെ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഇൻ്റർവ്യൂകളൊക്കെ കാണുമ്പോൾ ചിലത് സുഡാൻ ഗരങ്ങിൻ്റെ പേര് പറയുന്നത്, പക്ഷെ ഗുരുങ്ങിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് ഇപ്പോൾ സുശീല കർക്കെ വന്നത്. സുഡാൻ ഗുരുങ്ങിൻ്റെ സപ്പോർട്ടുണ്ട് സുശീല കർക്കയ്ക്ക്. പക്ഷെ ചിലർക്ക് ഇഷ്ടമല്ല സുശീല കർക്കെ വരുന്നത്. കാരണം എന്താ, അവർ 10-70 വയസ്സുള്ള സ്ത്രീയാണെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ജെൻസി പ്രധാനമന്ത്രി വേണം. ബലേൻ ഷായെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, എക്സ് പവർ മിനിസ്റ്ററെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, റബി ലെമിച്ചാനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എത്രത്തോളം സുശീല കർക്കയ്ക്ക് പവർ പിടിച്ചു വെക്കാനും അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സോ നേപ്പാളിൽ എന്താവുമെന്ന് യു ഷുഡ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ എൻ്റെ ഒരു അനാലിസിസ് അനുസരിച്ച് എനിക്ക് മനസ്സിലായത്, ഈ ഒരു ഇഷ്യൂ നേപ്പാളിൽ ഓർഗാനിക് ആയിട്ട് ഉണ്ടായതാവാം, പക്ഷെ ബാഹ്യശക്തികൾ ഇതിനകത്ത് കളിച്ചിട്ടുണ്ട്. അവരുടെ ഇടപെടലുകളുണ്ട്, പക്ഷെ അവരായിട്ട് കൊണ്ടുവന്ന ഒരു സാധനമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നേപ്പാളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതിന് തീ കൊടുക്കാൻ ചിലപ്പോൾ ബാഹ്യശക്തികൾ ശ്രമിച്ചിട്ടുണ്ടാകും. പക്ഷെ കൺക്ലൂസീവായിട്ട് ആരും ഒരു വിജയിയായിട്ട് കാണുന്നില്ല. കാരണം അമേരിക്കയുടെ ആളുമല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്, ചൈനയുടെ ആളുമല്ല വന്നിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് കുറച്ച് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നത് ഇന്ത്യ മൊണാർക്കിയെ റിവൈവ് ചെയ്യാൻ നോക്കണം, അതും നടന്നിട്ടില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആളുമല്ല, ചൈനയുടെ ആളുമല്ല, USA ആളുമല്ല അവിടെ ഇരിക്കുന്നത്. ക്ലിയർ. പക്ഷേ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നൽകുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഡിജിറ്റൽ സോവറിറ്റി ആവശ്യം. കാരണം ഈ പ്രശ്നങ്ങൾ നടക്കുന്നതെല്ലാം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒക്കെ ബാൻ ചെയ്ത, ഇതെല്ലാം ആരുടെ ആപ്പുകളാണ് അല്ലെങ്കിൽ ആരുടെ പ്ലാറ്റ്ഫോംസ് ആണ്? US അല്ലെങ്കിൽ വെസ്റ്റിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇതിനകത്ത് ഏത് കാര്യം ട്രെൻഡിങ് ആവണം, ഇതിൻ്റെ അലകൃതം എന്താണ്, ഇതിൻ്റെ റൂൾസ് എന്താണ്, എല്ലാം വെസ്റ്റാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ പെർസെപ്ഷനെ ഇവർ മാനിപ്പുലേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചിന്തിക്കണം അത് വെസ്റ്റ് ഇരുന്നുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് തീരുമാനിക്കും. എലക്ഷൻ ഔട്ട്കംസിനെ കാംബ്രിഡ്ജ് അനലിറ്റിക്ക ബാധിച്ചു എന്ന് പറയുന്നുണ്ട് US ഇലക്ഷന്. അപ്പം ഈ സോഷ്യൽ മീഡിയ ആണ് ഇനി വരുന്ന ജനറേഷൻ വളരെ കണക്റ്റഡാണ് സോഷ്യൽ മീഡിയ ആയിട്ട്. അപ്പോൾ അവരെന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയ പലപ്പോഴും ഡിക്റ്റേറ്റ് ചെയ്യും. നമ്മുടെ അലകൃതം നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു തവണ സെർച്ച് ചെയ്യുന്നത് പിന്നെയും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ റീൽസ് വഴിയും വീഡിയോസ് വഴിയും അടുത്ത തലമുറയെ സ്വാധീനിക്കാൻ പറ്റും വെസ്റ്റിന്. അപ്പോൾ ഇതൊരു ഡിജിറ്റൽ കൊളോണിയലിസമാണ്. പണ്ട് ആയുധം വെച്ച് അവർ നമ്മളെ കൺട്രോൾ ചെയ്തു. ഏഷ്യൻ രാജ്യങ്ങളെ, വെസ്റ്റേൺ രാജ്യങ്ങളെ ആയുധം വെച്ച് കൺട്രോൾ ചെയ്തു. ഇപ്പം അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. ഒരു രസം പറയാം, സുശീല കർക്കെ സെലക്ട് ചെയ്തതും ഒരു ആപ്പ് വഴിയാണ്, ഡിസ്കോഡ് ആപ്പ് വഴി ഇലക്ഷനൊക്കെ നടന്ന് ഇവർ സംസാരിച്ചാണ് ഇവർ തിരഞ്ഞെടുത്തതെന്ന് പറയും. അപ്പോഴൊരു വെസ്റ്റേൺ ടച്ച് അവിടെ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഇന്ത്യൻ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യണം. ഇന്ത്യൻ സോഷ്യൽ മീഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. വെസ്റ്റേൺ മീഡിയയെ ബാൻ ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമുക്കൊരു ഇന്ത്യൻ മീഡിയയും ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചിന്തിക്കുമെന്ന് പുറത്തിരിക്കുന്നവൻ തീരുമാനിക്കും. പിന്നെ ലീഗലായ അത്യാവശ്യമായ കാര്യത്തിന് ഏതെങ്കിലും ഒരു മീഡിയയെ നമ്മൾ ഫ്യൂച്ചറിൽ ബാൻ ചെയ്തു. ഇന്ത്യ ബാൻ ചെയ്യുമ്പോഴും ഈ പ്രശ്നം ഉദിക്കാൻ പാടില്ല. ഇന്ത്യയുടെ ജനങ്ങളെ ഇവർക്ക് ഇൻസ്റ്റിഗേറ്റ് ചെയ്തൂടെ? അപ്പം നമുക്ക് ഈ ഡിജിറ്റൽ കൊളോണിയസിനെ തടയിടാൻ നമുക്ക് സ്വന്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ വേണം. വെസ്റ്റിൻ്റെ മീഡിയസ് ബാൻ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ചൈന ചെയ്തേക്കുന്നത് എന്താ? അവിടെ ഫേസ്ബുക്ക് സാധനങ്ങളൊന്നുമല്ല, അവർ സ്വന്തമായിട്ടുള്ള സോഷ്യൽ മീഡിയ. അതുകൊണ്ടാണ് അവർക്ക് സോഷ്യൽ മീഡിയ ഫയർവാൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. അവിടേക്കൊന്നും കയറില്ല, ഗവൺമെൻറ് വിചാരിക്കുന്ന നടക്കുള്ളൂ. ഇന്ത്യയിൽ നമ്മൾ അങ്ങനെ ചെയ്യണ്ട. ഫോറിൻ മീഡിയ ആയിക്കോട്ടെ, പക്ഷെ നമ്മുടെ മീഡിയാസിനെ നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ ഡേറ്റ സേഫ്റ്റിക്കും എല്ലാം അതാണ് നല്ലത്. ഇനി നേപ്പാളിൽ ഒരു മിലിറ്ററി കൂ വരുമോ എന്ന് ചിലർ ചോദിച്ചു. അതിന് സാധ്യത വളരെ കുറവാണ്. കാരണം നേപ്പാൾ ആർമി വളരെ പ്രൊഫഷണലാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് പോകുന്നതാണ്. കാരണം കുറേ കാലം വരെ നേപ്പാൾ ആർമി അവിടുത്തെ രാജാവിനെയാണ് സർവ് ചെയ്തിരുന്നത്. അവിടെ ഡെമോക്രസി വന്നതിന് ശേഷം അവരൊരു പ്രശ്നമില്ലാതെ ഇലക്റ്റഡ് ഗവൺമെൻറ്റിനെ സർവ് ചെയ്ത് പോന്നു. അവിടുത്തെ ചീഫും പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അവിടെ ഒരു മിലിറ്ററി കൂ വരുമോ എന്ന് ചിലർ ചോദിച്ചിരുന്നു. അതിനൊരു സാധ്യതയും കാണുന്നില്ല. ഓക്കെ, ഇനി ഇന്ത്യയിൽ ഇങ്ങനൊരു കൂ വരാൻ സാധ്യതയുണ്ടോ? പ്രശ്നം പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ പലപ്പോഴും പലയിടത്തും ഇപ്പോൾ പ്രശ്നമുണ്ട്, റിസർവേഷൻ്റെ പ്രശ്നം, പല പ്രശ്നങ്ങളും. പക്ഷെ ഇന്ത്യയിൽ ഇങ്ങനൊരു പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. കാരണം ഒന്നാമത് ഇന്ത്യയിൽ ഡൈവർജൻറ്റ് വ്യൂ ഉള്ള ആൾക്കാരെ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പാടാണ്.
രണ്ട്, ഇവിടെ ഡെമോക്രസി ഉണ്ട്, ഇവിടെ ഇലക്ഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട്. പല അലിഗേഷൻസ് ഉണ്ടെങ്കിലും ഒരു ഡിക്റ്റേറ്റർഷിപ്പ് റൂളൊന്നും ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നില്ല. ഇനി ഏതെങ്കിലും ഒരു പാർട്ടി ഡിക്റ്റേറ്ററോൾ ടെൻഡൻസി കാണിച്ചാൽ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത ജുഡീഷ്യറി ഉണ്ട്. ഏത് ഭരണ പാർട്ടി ആണെങ്കിലും ഇത്ര സ്ട്രോങ് ആണെങ്കിലും പല ജഡ്ജ്മെന്റും പാർട്ടികളുടെ എതിരെയാണ്. സെൻട്രൽ ഗവൺമെന്റിന് എതിരെയുള്ള ജഡ്ജ്മെന്റ് ഇപ്പോഴും കിട്ടുന്നില്ല. ഇലക്ടോറൽ ബോണ്ട് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇതുപോലൊരു പ്രശ്നം നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ഒന്നാമത് പുറത്തുള്ള രാജ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇൻറ്റൻഷൻ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുള്ളാണ്. നമുക്ക് പ്രോപ്പറായ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഗ്രീവൻസ് റിഡ്രസലിന് നമുക്കൊരു സുപ്രീം കോടതിയുണ്ട്. അപ്പം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ത്യയിൽ ഈ സാധനം റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ നടക്കാൻ സാധ്യതയുള്ള റെജീം ഡീഗ്രഡേഷനാണ്. റെജീമിനെ മാറ്റാൻ പുറത്തുള്ള രാജ്യത്തിന് പറ്റില്ല. അപ്പോൾ ഇവിടെ ഭരിക്കുന്നവരെ താറടിച്ച് കാണിക്കാനുള്ള ശ്രമമുണ്ട്. ഇനി ഇവിടെ ഭരിക്കുന്നവർ നല്ലതാണോ മോശമാണോ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ്. അതിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല. അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ്. പക്ഷേ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു വിപ്ലവം നടക്കാനുള്ള ചാൻസ് വളരെ കുറവ്. അത് ശ്രമിക്കുന്നുണ്ട് പലരും. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാൽ മൊത്തം പോസ്റ്റാണ്. ബംഗ്ലാദേശിൽ ജൻസികൾ ഇത് ചെയ്തു, യൂത്ത് ഇത് ചെയ്തു, ശ്രീലങ്കയിൽ ഇത് ചെയ്തു, ഇപ്പം നേപ്പാളും ചെയ്തു. എന്തുകൊണ്ട് ഇന്ത്യയിലെ യൂത്ത് ഒന്നും ചെയ്യുന്നില്ല? നിങ്ങളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ നോക്കുകയാണ്. നിങ്ങൾ അതിനകത്ത് വീഴരുത്. നിങ്ങളുടെ ഗവൺമെൻറ്റുമെതിരായിട്ട് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയെ നിങ്ങൾ ചെല്ലുക. നിങ്ങൾ സിവിൽ മൂവ്മെൻറ്റുകൾ നടത്തുക. നിങ്ങൾ പൊളിറ്റിക്കലി അതിനെ ഫൈറ്റ് ചെയ്യുക. അല്ലാതെ കത്തിക്കുകയും വെടിവെക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല സൊല്യൂഷൻ പലപ്പോഴും. ഓക്കെ, കാരണം ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്ന പല ഫോഴ്സസും പുറത്തുണ്ട്. ദാറ്റ് ഇസ് ദ ട്രൂത്ത്. ഓക്കെ, അപ്പം നമ്മൾ ഏകദേശം നേപ്പാൾ ഇഷ്യൂ കവർ ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ ഇനിയുള്ള അപ്ഡേറ്റ്സ് ഡിസ്കസ് ചെയ്യും. താങ്ക് യു.